താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ എവിടെയായിരുന്നു നമ്മൾ? അതിൻ്റെ ഇടക്ക് സഭ ജീവിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ക്രമത്തിൽ നിന്നാണ്. ആരാധനക്രമം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണ്? ജീവിക്കാനാണെന്ന് പറഞ്ഞു അല്ലേ? CCCയിൽ 1068 ജീവിക്കാനാണെന്ന് പറഞ്ഞു. ഇത് കണ്ടോ, ഇത് സഭ കുർബാനയിൽ നിന്ന്. ഇതും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ഇതൊന്നും ഇങ്ങനെ അല്ല കേട്ടാ. ഇത് ഈ പുസ്തകമൊന്നും ലോകത്തിൽ ചിലപ്പോൾ ഒരു കോപ്പിയൊക്കെ ഭാഗ്യത്തിന് വല്ല അച്ഛന്മാരുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിയാൽ കിട്ടും. നമുക്ക് ഒരു ഷോപ്പിൽ നിന്നും കിട്ടില്ല, ലോകത്തിൽ നിന്നും ഒരു ഷോപ്പിൽ നിന്നും കിട്ടില്ല. ഇത് PDF ഞാനിങ്ങനെ, ഇത് യഥാർത്ഥ ഇതല്ല, PDF ഡോക്യുമെൻ്റ്, അതായത് ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ യഥാർത്ഥം തന്നെയാണ്. പക്ഷേ ഈ കവറ് എല്ലാം ഞാനുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ്സിൽ കൊടുത്ത് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ്, മനസ്സിലായോ? അപ്പോൾ യഥാർത്ഥ കവർ പേജ് ഇതല്ല, ഇതൊക്കെ യഥാർത്ഥം തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് ഇത് ചീത്തയിൽ പോരുതല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബൈൻഡ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് എന്തെന്നാണ്? സഭ. ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? സഭ കുർബാനയിൽ നിന്ന്. അതാണ് ഈശോ ചോദിച്ചത്, ബലിപീഠമാണോ ബലിയാണോ അല്ലേ, എന്താണ് വലുത് എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ സഭ വരെയും കുർബാനയിൽ നിന്ന്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാനിങ്ങനെ അടിക്കുറിപ്പ് ഇട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കും. ഇതെന്നെ ഒരുപാട് സ്പർശിക്കണത് കൊണ്ടിട്ടാണ്. നമ്മുടെ മക്കളെ നമ്മൾ കൂടുതൽ ഒരുക്കോ ഇല്ലയോ? എന്തുകൊണ്ടാണ്? നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടല്ല, അവരെ സ്നേഹം കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ഇഷ്ടമാണ് എനിക്ക് ഇതിനോട്. അതുകൊണ്ട് ഞാനിങ്ങനെ കളർ ചെയ്ത്, പിന്നെ എനിക്കത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എഴുതിയേക്കണുണ്ടോ, സഭ അല്ലേ, കുർബാനയിൽ നിന്ന് സഭ തൻ്റെ എന്ത് സ്വീകരിക്കുന്നു? കുർബാനയിൽ നിന്ന് സഭ തൻ്റെ ജീവൻ. ആര് ജീവൻ സ്വീകരിക്കുന്നു എന്ന്? സഭ തന്നെയും ജീവൻ സ്വീകരിക്കണത് കുർബാനയിൽ നിന്നാണ്. അപ്പോൾ പിന്നെ ആ കുർബാന നമ്മളെ സംബന്ധിച്ച് ഞാനാകുന്ന വിശ്വാസി അത് ഒഴിവാക്കിയാൽ നമ്മുടെ ജീവൻ നമുക്ക് ഉണ്ടാവുമോ? സഭ പോലും തൻ്റെ ജീവൻ സ്വീകരിക്കുന്നത് കുർബാനയിൽ നിന്നാണ്. മനസ്സിലായോ ആ ഗൗരവം? അപ്പോൾ പിന്നെ നമ്മൾ ഒരു കുർബാന ഡെയിലി അർപ്പിച്ചില്ലെങ്കിൽ ഉള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ആ ജീവൻ ഉണ്ടാവും? ഇതൊക്കെ ആര് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ കൈകൊണ്ടും കണ്ണുകൊണ്ടും നോക്കുകയും വായ കൊണ്ട് വായിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് തന്നെ ഒരു ഭാഗ്യം വേണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് മദ്ബഹ അല്ലെങ്കിൽ അൾത്താര ആ ഭാഗത്തായിരുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ പറഞ്ഞു നമ്മൾ? ബലിപീഠം, അൾത്താര അല്ലെങ്കിൽ മദ്ബഹ, കെടാവിളക്ക്, പിന്നെന്ത് പറഞ്ഞു? അത്രയും മാത്രം പറഞ്ഞു അല്ലേ? അപ്പം ഇനി കുരിശ് വരക്കും അല്ലേ ലത്തീൻ ആരാധനക്രമത്തിൽ. അത് കഴിഞ്ഞിട്ട് അല്ലേ ആമുഖ ശുശ്രൂഷയിൽ വൈദികൻ അൾത്താരയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും ചെയ്യുക? ബലിപീഠം ചുംബിച്ച് അല്ലേ ബലിപീഠത്തെ എന്ത് ചെയ്യും? ബലിപീഠത്തെ എന്ത് ചെയ്യും? ഇതൊന്നും എടുത്ത് അനീഷ അതൊന്ന് സെറ്റ്, അത് കൂടുതൽ പിണങ്ങറ്. അത് എന്ത് ചെയ്യും? ധൂപിക്കും. ആണോ അല്ലയോ? ലത്തീൻ ആരാധനക്രമത്തിൽ എല്ലായിടത്തും ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. ധൂപിക്കും. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ എന്താ ഇത് കണ്ടോ, ഈ ധൂപക്കുറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇത് കണ്ടോ അല്ലേ, നിങ്ങളെപ്പോഴും കാണുന്നതല്ലേ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അറിവിലുള്ളതൊന്നും എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അല്ല, അങ്ങനെയാണെങ്കിലല്ലേ ഞാൻ പറയാൻ പോണതിൽ എന്തെങ്കിലും ഇതുണ്ടോ ഇല്ലേ എന്നുള്ളത് കഴമ്പുണ്ടെങ്കിൽ അല്ലേ. ഇത് കണ്ടോ, ഇത് 3 ചങ്ങല കണ്ടോ, പുറമേയുള്ള 3 ചങ്ങല പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. അതിനെയാണ് സൂചിപ്പിക്കുന്നത്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഈ നടുക്കത്തെ ചങ്ങല കണ്ടോ, ഈ നടുക്കത്തെ ചങ്ങല യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്നു. ഇതിലുള്ള 12 മണികൾ കണ്ടോ, 12 മണികളുണ്ട്. ഈ 12 മണികൾ 12 അപ്പസ്തോലന്മാരുടെ പ്രതീകമാണ്. ഇതിലൊരു മണി പേട്ടയായിരിക്കും. ഇതിന് മാത്രം നിങ്ങൾ ഉത്തരം പറയും. ഇതിനെല്ലായിടത്തും നമുക്ക് ഉത്തരം കിട്ടാറുണ്ട്. അതെന്താണ് അതിൻ്റെ പ്രതീകം? ഇതെങ്ങനെ പഠിച്ചെന്ന് എനിക്കറിയില്ല.
അതിന് മാത്രം ഉത്തരം തരും. ഏത് സ്ഥലത്ത് ഏത് ഇടവക ചെന്നാലും ഏത് കൂട്ടായ്മ ചെന്നാലും അതിന് ഉത്തരം കിട്ടും. യൂദാസ് എന്ന് അത് യൂദാസിൻ്റെ ആണ്. 1 മണി പേട്ടയാണ്. ഞാനിത് റെക്കോർഡിങ് ആയിരുന്നു. ഇത് കണ്ടോ, ഇത് കുലുങ്ങില്ല. ഇതിലൊരു മണി പേട്ടയാണ്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം, അതൊക്കെ കാണിച്ചു തരും. ഇതിലൊരു മണി പേട്ടയാണെന്നുള്ളത് ഞാനത് കാണിച്ചു തന്നിട്ട് പോകുള്ളൂ ഇവിടെ നിന്ന് കേട്ടോ. ഇത് കണ്ടോ, ഇത് മുകൾ ഭാഗം സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. ഇത് അടിത്തട്ട് ഭൂമിയുടെ പ്രതീകമാണ്. ഇതിലുണ്ടാകുന്ന കരിക്കട്ട അതെല്ലാം പാപാവസ്ഥയിലായിരിക്കുന്ന ലോകം മുഴുവനിലുമുള്ള മനുഷ്യവംശത്തെ തന്നെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അതിലൂടെ അല്ലെ കുന്തിരിക്കപ്പെടുന്ന നന്മ പ്രവൃത്തികളുടെയും കൂടി സൂചന ഇതിലെഴുതിയിരിക്കുന്നതാണ് കേട്ടോ ഞാനീ പറയണേ. ഇതിലും ഈ പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്നതാണോ ജീവനുള്ള ബലി. ഇത് സീറോ മലങ്കരയുടെ വിശ്വാസികൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇതിലൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ എന്താണ് കരിക്കട്ട അത് നന്മ പ്രവർത്തികളാണ്. അതിൽ കുന്തിരിക്കമിടുന്നതിൻ്റെ ആ ഒരു പ്രവൃത്തി. അതിലൂടെ ഈ കരിക്കട്ടയായി അല്ലേ കരിക്കട്ടയുടെ പ്രതീകമായിരിക്കുന്ന പാപാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യവംശം മുഴുവനും എന്തായി മാറും? ദൈവീകരിക്കപ്പെടും. മനസ്സിലായി അല്ലേ? പിന്നെന്തുണ്ടാവും? ഇതിട്ട് കഴിയുമ്പോൾ അല്ലേ അഗ്നി. എനിക്കൊരു സൂചന കിട്ടിയോ എന്തൊക്കെയാണെന്ന്? എൻ്റെ കൈ കിടച്ചു. കൈ കിടക്കാൻ വേറൊരു കാരണമുണ്ട്. അത് ഞാൻ എൻ്റെ ടെസ്റ്റ് മണി പറയാം. അപ്പോൾ അത് മനസ്സിലായോ? അത്രയും നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയണോ? അത് ഞാൻ മണി പേട്ട ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. നമ്മളിപ്പോൾ റെക്കോർഡിങ് ആയതുകൊണ്ടിട്ട് ഞാനിപ്പോൾ സമയം കളയേണ്ടത്. അതെല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ളൊരു കാര്യം. എന്താണ്? വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ഈ പുകച്ചുരുളുകൾ നമ്മുടെ പ്രാർത്ഥനകളല്ലേ, നമ്മുടെ പ്രാർത്ഥനകളായിട്ട് ഈ പുകച്ചുരുളുകൾ എന്ത് ചെയ്യപ്പെടുന്നു? സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അത് നിങ്ങൾ മിക്കപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. മനസ്സിലായി? പക്ഷേ ഈ വിധ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ എല്ലായ്പ്പോഴും പറഞ്ഞ് കിട്ടാറില്ല. മനസ്സിലാവും? ഒരു വെള്ളപ്പെട്ടി ഉണ്ടായാലും ഇത്ര ഉള്ളേ, അതെന്തേ? അതെവിടെ പോയി? അപ്പോൾ അതേപോലെ കുരിശ്, ഈ കുരിശ് കണ്ടോ? ഇത് ഞാനിപ്പോൾ കഴിഞ്ഞാട് വന്നപ്പോൾ മേടിച്ച, ഇത് ഞാൻ നേരത്തെ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ ഈ കുരിശ്? ലത്തീൻ ആരാധനക്രമത്തിലെ കുരിശ് എന്തുണ്ട്? ക്രൂശിതനായ ക്രിസ്തു ഉണ്ട്. ഇതിൽ ഈ ക്രൂശിതനായ യേശു ഇല്ല. എന്താ കാര്യം? അതെന്താണ് കാര്യം? എന്താണ് കാര്യം? എന്താ നിങ്ങളുടെ റീത്തല്ലേ? അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്താണ് കാര്യം എന്നുള്ളത്. അതായത് നിങ്ങൾ ഇത്രയും പ്രായമായിട്ട് നിങ്ങളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട് ഈ ക്രൂശിതനായ ഈശോ ഇതിലില്ല? അപ്പോൾ ഏകദേശം മനണ്ട്. എന്നിരുന്നാലും അതിൻ്റെ പൂർണ്ണ രൂപം ഇതാണ്. ഇത് കണ്ടോ? പരിശുദ്ധാത്മാവ് വന്നതിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ കുരിശിൽ മരിച്ച ഈശോ എന്ത് ചെയ്യപ്പെട്ടു? ഉയർത്തപ്പെട്ടു. അതുകൊണ്ടാണ് മാർത്തോമാ സ്ലീവേലി എന്തില്ലാത്തത്? ഇതപ്പോൾ എന്തിൻ്റെ പ്രതീകമാണ്? ഉയർത്തെഴുന്നേറ്റ. ഇതിനെയാണ് മാനിക്കേയൻ കുരിശെന്നൊക്കെ പറഞ്ഞ്, ക്ലാവർ കുരിശെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ, നിങ്ങൾക്കറിയാമല്ലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഇനി അതിനെക്കുറിച്ച് നമ്മൾ സംഭാഷണം വേണ്ട, പറയാനാണ്. ഇത് വിഷമമുണ്ടേ നമുക്ക്. ഞാനൊരു ലത്തീൻ റീത്തുകാരനാണ്. എനിക്കറിയാം നിങ്ങളുടെ സീറോ മലബാറിൻ്റെ ഈ കുരിശിൻ്റെ രഹസ്യം. മനസ്സിലായോ? അവിടെ കുറേ ആൾക്കാർ അവിടെ നിന്നിട്ട് ഞാൻ അറിയാമല്ലോ നിങ്ങൾക്ക് കാര്യം. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇതുവരാണ്. അപ്പോൾ ഇത് കണ്ടോ? യേശു അതുകൊണ്ടാണ് ക്രൂശിതനായ യേശു ഈ കുരിശിലില്ലാത്തത്. എന്തുകൊണ്ടാണ്? ഉയർത്തെഴുന്നേറ്റിരിക്കണം. ആ ഉയർത്തെഴുന്നേറ്റതിലൂടെ വന്നിരിക്കുന്ന പുതുജീവനാണ് ഈ പൂമുട്ടുകൾ. ഈ മുട്ടുകൾ കണ്ടോ? ഈ മുട്ടുകൾ 4 മുട്ടുകളുണ്ടോ? അത് അതിലൂടെ വന്നിരിക്കുന്ന പുതുജീവനാണ്, നവജീവൻ്റെ പ്രതീകമാണ്. മനസ്സിലായോ? ഈ താമര ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിലാണ് ഈ സഭ വളർന്നു വന്നതെന്നുള്ള ഒരു ആശയം കൂടി. അതിൻ്റെ ഇടയിൽ 3 പടികളുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതിൽ 3 പടികൾ ഉണ്ടല്ലോ. 3 പടികളുണ്ടല്ലോ. ഇത് കണ്ടോ? 3 പടികൾ കണ്ടോ? അതിൻ്റെ പൊക്കത്താണ് താമര ഇരിക്കണേ. ഈ 3 പടികൾ ഗാഗുൽത്തയിലേക്കുള്ള കയറ്റത്തെ സൂചിപ്പിക്കുന്നു. കണ്ടോ? നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ 3 പടികൾ ഒരു ഭംഗിക്ക് വെച്ചേക്കണ ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ? ഇതെന്താണ്? ഗാഗുൽത്തയിലേക്കുള്ള ആ
കയറ്റത്തെയാണ് ഈ 3 പടികൾ സൂചിപ്പിക്കുന്നത്. താമര ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഇതിലാണ് ഈ സഭയൊക്കെ വന്നതിൻ്റെയും ഇതെല്ലാം ഇതിൽ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് ഈ പൂമൊട്ടുകൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പുതുജീവൻ്റെ പ്രതീകമാണ്. ഇതിൽ കുരിശിൽ യേശു ക്രിസ്തു മരിച്ച ക്രിസ്തു ഇല്ലാത്തത് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മദ്ബഹയിലേക്കുള്ള പടികൾ 3 പടികൾ വേറെയുണ്ട്. ബേമയുടെ അവിടെ നിന്ന് ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രതീകങ്ങളാണ്. ഗാഗുൽത്തയിലേക്കാണ് പുരോഹിതൻ പോണേ. മനസ്സിലായോ? വിശ്വാസ പ്രമാണത്തിന് ശേഷം ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് നിങ്ങൾക്കുള്ളത്. അപ്പം ഇത് ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിപ്പം ഞാൻ വളരെ ഓടിച്ചാണ് ഇങ്ങനെ പറയണത്. നമുക്കെപ്പോഴും ഇപ്പം രാവിലെ തൊട്ട് നമ്മൾ രാത്രി വരെ ഇരുന്നാലും വലിയ കാര്യമായിട്ടൊന്നും നമുക്കൊന്നും പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റില്ല. ഇത് അതേപോലെ പറയാൻ ബുദ്ധിമുട്ടുമാണ്, കേൾക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ കുറേ ഉരുത്തിരിഞ്ഞിങ്ങനെ വന്നം, എന്നാലാണ് അതിൻ്റെ ഒരു ഇതില്ലേ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവണില്ലേ? നമുക്കൊരു ഭയങ്കര ഇതാണിത്. അത് അഭിഷേകത്തിലൂടെ പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുരിശ് വരെയാണ് പിന്നെ പറയാൻ പോണേ. കുരിശ് വരക്കണത് ഇല്ലേ? ഇപ്പോൾ ലത്തീൻ ആരാധന ക്രമത്തിൽ കുരിശ് വരക്കണുണ്ടോ? ഇടത്തു നിന്ന് വലത്തേക്ക്. നിങ്ങളുടെ രീതിയിൽ എങ്ങനെയാണ്? ഇപ്പോൾ ഇടത്തു നിന്ന് വലത്തേക്ക് തന്നെയാണ് നിങ്ങൾ വരക്കണേ. പക്ഷേ അങ്ങനെയല്ല, വലത്തു നിന്ന് ഇടത്തേക്കാണ് വരക്കേണ്ടത്. അത് മാറ്റപ്പെട്ടിട്ടൊന്നുമില്ല, അതിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 കുരിശ് വര? ഈ 2 കുരിശ് വരയുടെ 2 ദൈവശാസ്ത്രങ്ങൾ എന്താ? അപ്പോൾ ഇത് കണ്ടു, ലത്തീൻ ആരാധനക്രമത്തിൽ പിതാവ് നമുക്ക് പുത്രനെ നൽകി, ഈ പിതാവും പുത്രനും കൂടി നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി നമ്മുടെ ഇടത്തേതിൽ നിന്നുള്ള ജീവിത രീതിയെ, അല്ലെ നമ്മുടെ പാപാവസ്ഥ നിറഞ്ഞ ആ ജീവിതാവസ്ഥയെ അല്ലേ നവീകരിച്ചു. കണ്ടോ? വലത്തേതിലേക്ക് അല്ലെങ്കിൽ ആക്കിയേക്കാം എന്നല്ല. കണ്ടോ? വലത്തേക്കാക്കി. ഇന്ന് നമ്മളിപ്പോൾ ആരുടെ ഭാഗത്താണ്? അല്ലെങ്കിൽ ഏത് ഭാഗത്താണ്? വലതുവശം ദൈവത്തിൻ്റെ ഭാഗമാണ്, പ്രകാശത്തിൻ്റെ വശമാണ്, ദൈവം തന്നെയാണ്. മനസ്സിലായോ? അപ്പം അതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവം നമ്മളെ ഇടത്തേതിൽ നിന്നുള്ള ജീവിത രീതിയിൽ നിന്ന് നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മളെ പുനരുദ്ധരിച്ച് പുതിയ സൃഷ്ടികളാക്കി. വലത്തേതിലേക്ക് ആക്കി എന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടികളാക്കി. അപ്പം അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അത് അവൻ്റെ 2ാം വരെ ഉണ്ട്. ഇനി അതിലാണ് അതിൻ്റെ പൂർത്തീകരണം നടക്കണേ. ഞാൻ പറയണ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഞാൻ 2-3 പ്രാവശ്യം പറയുമ്പോൾ ബോറടിക്കരുത്, കാരണം അതുപോലത്തെ കാര്യമാണ്. എന്നാലും ചെറിയ രീതിയിലാണ് ഈ പറഞ്ഞു പോകണം. അപ്പം ഇനി സീറോ മലബാർ രീതിയിലാണ്, പൗരസ്ത്യ ആരാധന ക്രമത്തിലാണ് പിതാവും പുത്രനെ നൽകി. ഈ പിതാവും പുത്രനും കൂടി നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. അപ്പോൾ ഇവിടെ ഇടത്തേതിൽ നിന്ന്, അപ്പോൾ ഇടതുവശം അല്ലേ, ഇത് വലതുവശം ആരുടെ ഭാഗമാണെന്നാണ് നമ്മൾ ലത്തീൻ ഇപ്പോൾ നേരത്തെ കുരിശ് വരച്ചപ്പോൾ പറഞ്ഞത്. ആരാണ് വലതുവശം? കണ്ടോ? പ്രകാശത്തിൻ്റെ വശം ദൈവം തന്നെ. അപ്പോൾ ആ വശത്ത് നിന്ന് പ്രകാശം എങ്ങാടേക്ക് വരുന്നു? കണ്ടോ? പ്രകാശം വരുന്നു. കണ്ടോ? പ്രകാശം എവിടെ വരുന്നു? ഇരുളിനെ നീക്കിക്കളയുന്നു. കണ്ടോ? ഇരുളിനെ നീക്കിക്കളയുന്നു. കണ്ടോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ അല്ലേ, ഇരുളിനെ നീക്കിക്കളയുന്നു. വലത്ത് നിന്ന് ഇടത്തേക്ക് വരുമ്പോൾ ഇരുളിനെ നീക്കിക്കളയുന്നു പ്രകാശത്തിൻ്റെ വശം. മനസ്സിലായോ? ഇപ്പോൾ ചെറുതായിട്ട് മനസ്സിലായോ? വലിയ കാര്യമായിട്ടൊന്നും അല്ലെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ട്രിക്ക് ഇത് മനസ്സിലായി. അപ്പോൾ അതാണ് ആ ഇടത്തും വലത്തും ഉള്ള ഇത്. മനസ്സിലായോ? അപ്പം ഇനി ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഇത്രയുമാണ് നമ്മൾ ആമുഖ പ്രവേശനത്തിൽ, അതായത് ആമുഖ ശുശ്രൂഷയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മദ്ബഹ അല്ലെങ്കിൽ അൾത്താര, ബലിപീഠം, കുരിശ് വര. ഇപ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ ഇതുപോലത്തെ വലിയ കുരിശ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാ ബലിപീഠത്തിന് മുമ്പിലെന്ന് വെച്ചാൽ സൈഡിലായിട്ട് എന്ത് വയ്ക്കണം? ചില പള്ളികളിൽ വെച്ചിട്ടില്ല. അത് അങ്ങനെ പാടില്ല. വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവശാസ്ത്രമാണ്. ദൈവശാസ്ത്രം എന്താ ദൈവശാസ്ത്രം എന്ന് നമ്മൾ പറയാൻ കാരണം, അപ്പോൾ ആ കുരിശിനെ കൂടിയും ധൂപിക്കും. ഈ ധൂപിക്കുന്ന സമയത്ത് ബലിപീഠം ധൂപിക്കുമ്പോൾ
എന്തുകൊണ്ടാണ്? അത് ലത്തീൻ ആരാധനക്രമത്തിൽ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശ് എന്താണ്? ബലിപീഠം കൂടിയാണ് അല്ലേ? കുരിശ് എന്തായിരുന്നു? ബലിപീഠം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ? അപ്പോൾ ആ കുരിശ് എന്തിനു വെച്ചേക്കനെയാണ്? ഈ കുരിശിലാണ് അവൻ ബലി അർപ്പിച്ചത് എന്ന് മനസ്സിലായോ? അതുകൊണ്ട് അത് ബലിപീഠമാണ്. ആ ബലിപീഠമാണ് ഈ ബലിപീഠം. ഈ ബലിപീഠം തന്നെയാണ് ആ കുരിശ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ അതുകൊണ്ടാണ് ലത്തീന പള്ളികളിൽ ഈ കുരിശ് അവിടെ ഇത് ചെറിയ ബലിപീഠത്തിൽ വെച്ചിരിക്കുന്ന കുരിശല്ല, ഈ ബലിപീഠത്തിനോട് ചേർത്ത് വലിയൊരു കുരിശുണ്ടോ. അപ്പോൾ അത് വെക്കണം, അത് മാറ്റാൻ പാടില്ല. അപ്പോൾ ഒരു അച്ഛന്മാർക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെയുള്ള ഇതിപ്പോൾ 1125 എടുത്തേ, CCC 1125 നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കണവർ ഇത് ഈ നമ്പറൊക്കെ ഒന്ന് വേണമെങ്കിൽ എഴുതിയെടുത്തോട്ടാ. അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ അമ്മച്ചിമാർക്കൊക്കെ ഞാൻ ഈ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതൊരെണ്ണം മേടിക്കണം. അപ്പം അങ്ങനെ ഇതൊക്കെ വായിച്ച് പഠിക്കുക. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് എന്നാ കിട്ടാനാ അല്ലെങ്കിൽ എന്ത് കിട്ടാനാ എന്നൊക്കെയുള്ള നമ്മുടെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ അതൊക്കെ മാറണം. നമ്മുടെ ഒരു 1125 ഇത് കേട്ടോ നിങ്ങൾ. 1125 ഇത് ശ്രദ്ധിച്ചോ. ഇക്കാരണത്താൽ കൂദാശപരമായ ഒരനുഷ്ഠാനക്രമവും കണ്ടോ, കൂദാശപരമായ ഒരനുഷ്ഠാനക്രമവും ശുശ്രൂഷകൻ്റെയോ സമൂഹത്തിൻ്റെയോ, അതായത് വിശ്വാസികളുടെയോ ശുശ്രൂഷകരുടെയോ ഇഷ്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കുകയോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. സഭയിലെ പരമാധികാരി പോലും, ആരാണ് ഈ സഭയിലെ പരമാധികാരി? മാർപ്പാപ്പ. കണ്ടോ, ആ പരമാധികാരി പോലും തന്നിഷ്ടം പോലെ ലിറ്റർജിയെ വ്യത്യാസപ്പെടുത്താൻ മാർപ്പാപ്പക്ക് പോലും അധികാരമില്ലാതിരിക്കെ നമ്മുടെ വികാരിയച്ഛന് അങ്ങനെ അനുവാദം ലഭിക്കണം? പറയണതിൻ്റെ പൊരുൾ മനസ്സിലായോ? ആർക്കും നമുക്കിപ്പോൾ സിനഡാലിറ്റി എന്നൊക്കെ നമ്മൾ പറയാനുണ്ട്. പള്ളിയുടെ കേന്ദ്ര കമ്മിറ്റിയും പള്ളി പെരുന്നാൾ നടത്തണതുമായിട്ട് സിനഡാലിറ്റി ഓക്കെ. പക്ഷേ ആരാധനക്രമത്തിൽ സിനഡാലിറ്റി പാടില്ല. മനസ്സിലായോ? നമ്മുടെ അഭിപ്രായമല്ല ആരാധനക്രമത്തിൽ കൊണ്ടുവരേണ്ടത്. അതിങ്ങനെ വെച്ചേക്കാം, അതിങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളത്. എന്നിട്ട് ആ സിനഡാലിറ്റിനെ എടുത്തിട്ട് ആരാധനക്രമത്തിൽ അത് ഞങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കണമെന്ന് അങ്ങനെ കേൾക്കാൻ പാടില്ല. കേന്ദ്രം ഈ 2000 നോട്ട് മാറ്റിയപ്പോൾ നമ്മുടെ അഭിപ്രായം കേട്ടോ മനസ്സിലായി? ചില അന്തിമ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ ചോദിക്കും മാർപ്പാപ്പക്ക് അന്ന് പിന്നിപ്പോൾ ഇതിങ്ങനെ വ്യത്യാസം വന്നു. അതിന് അതിൻ്റേതായ അതിൻ്റെ സംഘങ്ങളുണ്ട്. വിശ്വാസ തിരുസംഘം എന്ന് പറയും റോമിൽ, വിശ്വാസ തിരുസംഘം. അത് പ്രത്യേകം. എന്നിട്ട് സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ച് പഠിച്ച് അതിനെ മാറ്റേണ്ടതാണെങ്കിൽ മാറ്റും. പക്ഷെ അന്ന് വെച്ചിട്ട് അത് തോന്നിയാസം പോലെ അല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് മാർപ്പാപ്പക്ക് ഒറ്റക്ക് നാളെ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ മാർപ്പാപ്പക്ക് അത് മാറ്റാനുള്ള അധികാരമില്ല. അതിൻ്റേതായ വിശ്വാസ തിരുസംഘമുണ്ട്. അതിൻ്റെ ഒക്കെ പ്രീഫെക്റ്റായിട്ട് ഇരുന്ന് വെച്ചതാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയ്ക്ക്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയ്ക്കാണ് ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലും CCC ഒക്കെ ഉണ്ടാകാൻ ഒരു വ്യക്തി. അതൊക്കെ ജോൺ 23 മാർപ്പാപ്പയാണ് അതിൻ്റെ തുടക്കക്കാരൻ. പക്ഷെ എന്നിരുന്നാലും ബെനഡിക്റ്റ് 16 ജോസഫ് റാറ്റ്സിംഗറാണ് അതിൻ്റെ എല്ലാം ഒരു ഉള്ളടക്കം മൊത്തത്തിൽ പറയാനായിട്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ ചരട് വലിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ പരിശുദ്ധാത്മാവാണ് സഭയ്ക്ക് വേണ്ടി ചരട് വലിച്ചത്. അതൊക്കെ വേറെ ചരിത്രം. അപ്പോൾ ഇതും കൂടി ഞാൻ പറഞ്ഞതാണ്. നമ്മൾ വിചാരിക്കണ പോലെ നമ്മുടെ കുറേ പള്ളി കമ്മിറ്റിയിൽ കൊണ്ടുവരേണ്ട. അപ്പോൾ ആ പള്ളി പെരുന്നാളിന് നമുക്ക് ഇവിടെ സീരിയസ് എടുത്തു അഭിപ്രായങ്ങൾ പോലെയല്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ പറയണതേ, ഒരു നാട്ടുഭാഷയിൽ പറയണത് ഇത് അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ടിട്ടും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണ് ഞങ്ങൾ പറയണ പോലെ ചെയ്താൽ എന്താണെന്ന് ചോദിക്കണ വിശ്വാസികളുണ്ട് വികാരിയച്ഛന്മാരുടെ അടുത്ത്. അത് ഞങ്ങൾ പറയണ പോലെ ചെയ്യാൻ പറ്റാനല്ല വികാരിയച്ഛൻ അവിടെ ഇരിക്കണേ. പള്ളി പെരുന്നാൾ നടത്തുമ്പോൾ ഓക്കെ. മനസ്സിലായോ ഞാൻ പറഞ്ഞു തന്നെ അതിൻ്റെ ആ വ്യത്യാസം? ഒരു 1,00,000 കൂടി മുടക്കിയേക്കാച്ചോ, എന്നാൽ മുടക്കിക്കോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വികാരിയച്ഛൻ പറയും. പക്ഷെ ആരാധനക്രമത്തിൽ അങ്ങനെയല്ല. അത് കൂട്ടാനോ കുറക്കാനോ പാടില്ല. അപ്പോൾ ഇത് ഞാൻ 3-4-5 പ്രാവശ്യം പറയണത്. ഇത് വലിയ കുറേ ഇത് കണ്ടോ, മാർപ്പാപ്പയൊക്കെ എഴുതിയേക്കണുണ്ടോ? ഞാൻ അത്യന്തിക ഇതൊക്കെ കുർബാനനെ കുറിച്ച് മാത്രമുള്ളതാണ്. ഇതൊക്കെ ചെറിയ പുസ്തകമാണ്. ഇതൊക്കെ ആരൊക്കെ എത്ര പേര് വായിച്ചിട്ടുണ്ടാവും നമ്മൾ? ഇത് കണ്ടോ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എഴുതിയ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല.
അതായത് ആത്മാവിൻ്റെ ചൈതന്യം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് വരുന്നത് ആത്മാവിൻ്റെ ചൈതന്യം. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് മാത്രം മാണിപ്പറമ്പിലച്ചൻ എനിക്ക് അത് അവരുടെ സ്റ്റാഫിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അത് ഇന്നലെ അവൻ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ അവൻ കൊണ്ടുവന്നിരിക്കുകയാണ്. മനസ്സിലായോ? കാരണം എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, വായിക്കാനൊക്കെ അറിയത്തിരി, പക്ഷേ എനിക്ക് അതിൻ്റെ മീനിങ് അറിയണ്ടേ. അപ്പോൾ എനിക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനതിനെ കണ്ടുപിടിക്കണം വഴി. മനസ്സിലായോ? അത് പിന്നെ എടുക്കണ്ട. അപ്പം ഇത് തന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ വേറെ നിവൃത്തിയില്ല. നമുക്ക് വേറൊരു കോപ്പി കിട്ടാനില്ല, ഒരു കോപ്പി കിട്ടാനില്ല ഈ ഭൂമിയിൽ. മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ആരാധനക്രമത്തിൻ്റെ ഒരു എന്തോരം വില കൊടുക്കണം ഇതിനെന്നേ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ അല്ല ഇപ്പോൾ പറയണത്, വേറെ കുറച്ച് കാര്യങ്ങളിലേക്കാണ് പോണത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണോ ഞാൻ പറയണേ? കേട്ടിട്ട് വല്ല ഗൗരവമുള്ള കാര്യമായിട്ട് തോന്നണുണ്ടോ ഇത്? മനസ്സിലായോ? ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടി നമ്മൾ ഈ ഗൗരവം കൊടുത്തില്ലെങ്കിൽ ഇനി ഏത് കാലഘട്ടത്തിൽ കൊടുക്കാനാണ്? നമുക്കൊന്നുകൂടി സ്തുതിക്കാം. നമുക്ക് ആ ഒരു കറക്റ്റ് ഭാഗത്തിലേക്കൊന്നും വന്നിട്ടില്ല, ആ ഭാഗത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള തത്രപ്പാടാണത്. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ നമ്മൾ 7 ശുശ്രൂഷകളും 8 രഹസ്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെവിടെയാണ് സഭ തൻ്റെ ആരാധനക്രമത്തിലൂടെ തൻ്റെ മണവാളൻ്റെ ഈ രഹസ്യത്തെ അനാവരണം ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് മദ്ബഹ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ലത്തീൻ ആരാധനക്രമത്തിലൂടെ നമുക്ക് ചിന്തിച്ചു പോണ ഒരു ഇത് ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ധൂപാർപ്പണവും ഇതെല്ലാം കഴിഞ്ഞിട്ട് ലത്തീൻ ആരാധനക്രമത്തിൽ പുരോഹിതൻ ചെയ്യുന്നത് പിന്നെ അതായത് അതാത് ദിവസങ്ങളുടെ വായനകളുണ്ട് ഇല്ലേ? പഴയ നിയമ വായനയും ലേഖന വായനയും പിന്നെന്താണ് സുവിശേഷ വായനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം ഒരു ഒരു സംക്ഷിപ്തമായിട്ട് ചുരുക്കി ഒരു വചന സന്ദേശം നമുക്ക് നൽകും അല്ലേ? വചന സന്ദേശം നൽകും. ശരിയാണോ? വചന സന്ദേശം ഇന്ന് ഇതൊക്കെയാണ് വായന, ഇതൊക്കെയാണ് അതിൻ്റെ ബന്ധങ്ങൾ. അപ്പോൾ അതിന് എന്തുണ്ട്? ഇപ്പോൾ പഴയ നിയമമാണെങ്കിലും ലേഖന ഭാഗമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും സുവിശേഷ ഭാഗങ്ങളാണെങ്കിലും എന്തുണ്ടാവും? ഇതെല്ലാം പരസ്പര പൂരകങ്ങളായിരിക്കും. അല്ലാണ്ട് സഭ എന്ന് പറഞ്ഞാൽ ഇതിന്ന് ഈ വായന നമുക്ക് വായിച്ചേക്കാം, അങ്ങനെയല്ല. ഇന്നിന്ന വേദപാഠകം, ഇന്നിന്ന ദിവസങ്ങൾ, ഇന്നിന്ന ഈ ആരാധനക്രമത്തിൽ ഇന്നിന്ന പ്രാർത്ഥന ഭാഗങ്ങളാണ് അല്ലെങ്കിൽ സുവിശേഷങ്ങളാണ്, വായനകളാണ് ചേർക്കേണ്ടതെന്ന് അതിൻ്റേതായ ക്രമീകരണമുണ്ട്. അതനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമുക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വൈദികന് ഇഷ്ടപ്പെട്ട പോലത്തെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ വായനയല്ല. അപ്പോൾ അത് പരസ്പര പൂരകത്വം, അതെല്ലാം കോർത്തിണങ്ങിയായിരിക്കും പോണേ. അപ്പോൾ ഇതിന് പറ്റിയൊരു സംക്ഷിപ്ത രൂപം തന്നിട്ട് പുരോഹിതൻ പറയാണ് ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടാൻ. ദിവ്യരഹസ്യങ്ങൾ ലത്തീൻ ആരാധനക്രമത്തിൽ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടാൻ നാം യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ആരാധനക്രമം തുടരുന്നത്. അപ്പോൾ അല്ലേ, പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് എൻ്റെ പിഴ എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം കർത്താവെ കനിയണമേ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആരാധനക്രമം തൻ്റെ ആദ്യത്തെ മണവാളൻ്റെ, അതായത് ക്രിസ്തുവിൻ്റെ ആദ്യത്തെ രഹസ്യത്തിലേക്ക് കടക്കുന്നത്. അതെന്താണെന്നറിയോ? എന്തായിരുന്നു ആദ്യത്തെ രഹസ്യം? മനുഷ്യാവതാരമെന്ന. അപ്പോൾ ഇതിലെഴുതിയിട്ടുണ്ട് മനുഷ്യാവതാരം എന്ന കീർത്തനം മാലാഖമാരുടെ കീർത്തനം ആണ്. അത് മനുഷ്യാവതാര കീർത്തനം എന്നും കൂടി അതിനെ പേരിട്ട് വിളിക്കുന്നുണ്ട് സഭ. അപ്പോൾ ആ ഈശോ ജനിച്ചപ്പോൾ ഓരോ ബലിപീഠത്തിലും ഓരോ വിശുദ്ധ കുർബാനയിലും എന്തുണ്ട്? ക്രിസ്മസ് ഉണ്ട്. മനസ്സിലായോ? യേശു ക്രിസ്തു ജനിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അന്ന് യേശു ക്രിസ്തു ജനിച്ചപ്പോൾ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. ഒന്ന് യേശുവിൻ്റെ ദാരിദ്ര്യം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയണില്ല. അപ്പോൾ ദാരിദ്ര്യം എന്നത് ഒരു ആ ഒരു കാര്യം ശ്രദ്ധേയമാണ്. ദാരിദ്ര്യം കാരണം അന്ന് രാജകൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നോ? അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലയോ?
യേശുക്രിസ്തു എന്തുകൊണ്ട് അവിടെയൊന്നും പോയി ജനിച്ചില്ല? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തോ ഒരിതില്ലേ ദാരിദ്ര്യത്തിന്. അപ്പം അതാണ് അതിൻ്റെ ഒരു വശം. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊക്കെ ഉണ്ട്. അത് വേറൊരു വീഡിയോ ഞാൻ പിന്നെ പറയാം. അത് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അതുപോലെ തന്നെ രക്തസാക്ഷിത്വം ഉണ്ടായി. എന്താണ് രക്തസാക്ഷിത്വം ഉണ്ടായത്? അല്ലേ, ഒരു പുരാതന ഇതിൽ പറയണത്, ഒരു ഡോക്യുമെൻ്റ് പറയണത് 20 കുട്ടികളാണ് കൊന്നെന്നാണ് പറയണത്. കുട്ടികളെ കൊന്നു അല്ലേ, രണ്ടും അല്ലേ, അതിലും താഴെയുള്ള വയസ്സുള്ള കുട്ടികളെ ഹെറോദേസ് കൊന്നു. മനസ്സിലായി? അപ്പോൾ അത് 20ഓളം കുട്ടികളെ കൊന്നു എന്നാണ് പറയണത്. മനസ്സിലായി? അപ്പോൾ രക്തസാക്ഷി ശരിക്കും നമ്മൾ സ്തെഫാനോസിൻ്റെ രക്തസാക്ഷിത്വമാണ് ആദ്യം എന്താകുന്നത്, നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷേ യേശുക്രിസ്തു ജനിച്ചപ്പോൾ ഉണ്ടായ സംഭവം എന്താ? ജനിച്ചപ്പോൾ തന്നെ റീസൺ എന്താ ഈ കുട്ടികൾ കൊല്ലപ്പെടാൻ? അല്ലേ, എന്താ റീസൺ? ഒറ്റ റീസൺ എന്താ? യേശു ജനിച്ചത് കൊണ്ടല്ലേ അത് ഇവിടെ ഉണ്ടായേ. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതപ്പോൾ അതിനെ രക്തസാക്ഷിത്വം ദാരിദ്ര്യവും യേശുവിൻ്റെ ജനനത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ 2-3 വാക്കിലൂടെ അത് പറഞ്ഞു വെച്ചതാണ്. ഇത് വലിയ വിഷയമാണ് അതൊക്കെ. അപ്പോൾ എന്താണ് ദാരിദ്ര്യവും രക്തസാക്ഷിത്വം? അപ്പോൾ യേശുവിൻ്റെ ജനനത്തിലൂടെ അതൊക്കെ ചിന്താ വിഷയമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് ശേഷം പിന്നെ എന്താണ് അപ്പോൾ അതെവിടെയാണ്, ഏത് പ്രാർത്ഥനയാണെന്നൊക്കെയാണ് ഇനി പറയേണ്ടത്. അപ്പോൾ അത് ഏത് റീത്തിലാണെങ്കിലും എന്താണ്, ഇപ്പോൾ നിങ്ങളുടെ റീത്തിൽ ഇങ്ങനെ പറയും, അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട ട്യൂണുകളാണ് ഇത്. അതിൻ്റെ അങ്ങനെ പാടുന്നത്. അത് കൂടുതൽ ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ ധ്യാനങ്ങൾ നടത്തുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കണത് നമ്മുടെ ധ്യാനങ്ങളിൽ അതാണ് ഞാൻ തോമസ് പോളിൻ്റെ കൂടെയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ധ്യാനങ്ങളിൽ ഇത് കൂടുതൽ ഈ പാട്ടായിരിക്കും അവിടെയൊക്കെ പാടുന്നത്. അപ്പോൾ ഈ ലത്തീൻ ആരാധനക്രമത്തിലാണെങ്കിൽ ഗ്ലോറിയ. അപ്പോൾ ഇതിന് ഗ്ലോറിയ എന്നാണ് പറയണത്. എന്താണ് ഗ്ലോറിയ? എന്താണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ പാടിക്കും ശാന്തി. അപ്പോൾ അതിലൊരു പ്രത്യേക ട്യൂൺ, എനിക്കിഷ്ടപ്പെട്ടൊരു ട്യൂൺ, ആ ഒരു ഭാഗം ഞാൻ 2 വരി ഇങ്ങനെ പാടാം. എന്താണ്? അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേ മഹാമഹിമയ്ക്കിതാ, അതായത് മഹിമ എന്ന് പറഞ്ഞാൽ യേശു ദൈവം അല്ലേ, ദൈവം മനുഷ്യനായിരിക്കുന്നു. അപ്പം ആ മഹിമ കണ്ടിട്ട് ഈ വിശ്വാസി ജനം മുഴുവനും പറയാണ്, അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. വെറുതെ അങ്ങനെ പാടിപ്പോണൊരു പാട്ട് അല്ലാന്ന് മനസ്സിലായോ? നമ്മൾ നോക്കുമ്പോൾ കുർബാനയുടെ ഇടയിൽ കുറച്ച് ഗാനങ്ങളൊക്കെ ആലപിക്കുന്നുണ്ട്. എന്താണ് ഇതൊക്കെ അർത്ഥമാക്കുന്നത്? എന്താണ് ഈ ഗാനങ്ങളെല്ലാം നമ്മളോട് പറയണത്? അല്ലെങ്കിൽ എന്ത് രഹസ്യമാണ് ക്രിസ്തുവിൻ്റെ? ഏത് രഹസ്യവും എന്ത് അവൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് അവിടെ അനാവരണം ചെയ്യണത്? ഇതെല്ലാം ചിന്താ വിഷയമാണ്. മനസ്സിലായി? അപ്പോൾ എന്താണ് എന്തായിരുന്നു ഫസ്റ്റ് വാക്ക്? അതിൻ്റെ പാട്ടിൻ്റെ വാക്ക് എന്താ? വരി എന്താ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് പറയുമ്പോൾ എന്താണ്? എന്താണ്? യേശുവിൻ്റെ മനുഷ്യാവതാരം എന്ന രഹസ്യത്തെ സഭ തൻ്റെ ആരാധനക്രമത്തിൽ പുനരാവിഷ്കരിക്കുന്നു, അനാവരണം ചെയ്യുന്നു. അന്ന് ഈശോ ജനിച്ചില്ലേ, അതുപോലെ തന്നെ അന്ന് പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് അതുപോലെ സംഭവിപ്പിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലത്തീൻ ആരാധനക്രമത്തിൽ തന്നെ പിന്നെ വചന ശുശ്രൂഷയിലേക്കാണ്. പിന്നെ അതിനു മുമ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സമാഹരണ പ്രാർത്ഥനയാണ്. ഇത് ഈ ഗ്ലോറിയ പാടിയതിന് ശേഷം സമാഹരണം, അതായത് സമിതി പ്രാർത്ഥന. അതായത് അതെല്ലാം കൂടി ചുരുക്കിയിട്ട് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അതിനെ സമിതി പ്രാർത്ഥന എന്ന് പറയും. അത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വചന വായന.
വചനപീഠത്തിലേക്ക് വിശ്വാസി കയറി വചനം വായിക്കും. അപ്പോൾ വചനം വായിക്കുന്ന സമയത്ത് അതാണ് 2 വേദികളാണ് അൾത്താരയിൽ, ബലിവേദിയും വചനവേദിയും. അപ്പോൾ ഒരിക്കലും വചനം അല്ലെങ്കിൽ സുവിശേഷമായാൽ ബലിപീഠത്തിൽ വായിക്കാൻ പാടില്ല. മനസ്സിലായി? അത് വചനവേദിയിലാണ് അത് വേണ്ടത്. അതുകൊണ്ടാണ് അത് എന്തിൻ്റെ ബൈബിളിൻ്റെ വചനാടിസ്ഥാനം. എന്ത് വചനാടിസ്ഥാനത്തിലാണ്? എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരില്ലേ, അപ്പോൾ അവിടെ ഈശോ വന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് ഈശോ വന്നിട്ട് എന്ത് പറഞ്ഞു ആദ്യവരോട്? മനസ്സിലായി? അല്ല, നിങ്ങൾക്ക് സമാധാനം എന്നുള്ളത് അതിനു മുമ്പ് അതല്ല പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് എന്താ പറഞ്ഞേ? അതായത് സങ്കീർത്തനങ്ങളിലും എല്ലാം എഴുതിയിരിക്കുന്ന ഇതെല്ലാം എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെല്ലാം പൂർത്തിയാക്കപ്പെടണ്ടേ? അപ്പം എന്താണ് അവിടെ എന്താ സംഭവിച്ചത്? പഴയ നിയമം ഇതൊക്കെ അവൻ വിവരിക്കണമായിരുന്നു. അപ്പോൾ അതിനെന്താ പറയണം നമ്മൾ? അതിനെയാണ് പറഞ്ഞ വചന ശുശ്രൂഷയാണ്. കണ്ടോ, വഴിയരികിൽ വചന ശുശ്രൂഷ, ഭവനത്തിൽ ബലിയർപ്പിച്ചു. മനസ്സിലായി? അപ്പം അതുകൊണ്ടാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബലിവേദിയും വചനവേദിയും ഉണ്ടായിരിക്കുന്നത്. ഇത് കുറേ പറയാനുണ്ട് കേട്ടോ അതിലൊക്കെ. അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ അതൊന്നും അങ്ങനെ എല്ലാം എടുത്ത് പറയേണ്ട ഒരവസ്ഥ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ 2 വേദികൾ, ബലിവേദിയും വചനവേദിയും. അപ്പോൾ ആ രണ്ടും, വചനവേദിയിൽ സുവിശേഷം ഒരിക്കലും നമ്മൾ ബലിപീഠത്തിൽ പോയിട്ട് വായിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു കാര്യം. ഇപ്പോൾ വചന ശുശ്രൂഷ, ഈ വചന ശുശ്രൂഷ ഭാഗത്തെ നമ്മൾ സീറോ മലബാർ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. അപ്പോൾ വചന ശുശ്രൂഷ സമയത്ത് ലേഖന വായനയ്ക്ക് മുമ്പായിട്ട് അതിനെ വിവരിച്ചുകൊണ്ടുള്ള വ്യാഖ്യാന ഗീതങ്ങളുണ്ട് സീറോ മലബാർ രീതിയിൽ, അല്ലേ? എന്തെന്നാണത്? അതിനാ വചന വായനയ്ക്കായിട്ട്, ലേഖന വായനയ്ക്ക് മുമ്പായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ ഞാൻ പറയാൻ പോണത്. അപ്പോൾ അവിടെ 19-ാം സങ്കീർത്തനം ആലപിക്കും. എന്തെന്നാണ് 19-ാം സങ്കീർത്തനം? എന്തെന്നാണ് 19-ാം സങ്കീർത്തനം? അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. മനസ്സിലായോ? അപ്പം അത് മറ്റൊരു ടൂണിൽ ഞാൻ പാടട്ടെ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, ധന്യൻ തോമാശ്രീഹാതൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. ഉണ്ടോ? അതായത് എന്തിനാണ് ഈ പാട്ട് പാടണമെന്ന് അറിയും? ഈ സങ്കീർത്തനം പാടുന്നത് എന്തിനാണ്? ഇപ്പോൾ ഇവിടെ എന്തിനാണ്? തോമസ് പോളിൻ്റെ ധ്യാനം കൂടിയിട്ടുള്ളവർക്കൊക്കെ അറിയാം. എന്നിരുന്നാലും എന്തുകൊണ്ടാണിത് പറഞ്ഞത് ചിലവർക്ക് അറിയില്ല എന്ന്. അപ്പം അതിതാണ് കാരണം. അതായത് ഈ സകല സൃഷ്ടിപ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടത് ഈ വചനത്താലാണ്, അല്ലേ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അല്ലേ? ശരിയാണോ? ഈ വചനത്താലാണ്. ആ വചനം ആരാണ്? ഈശോയാണ്. അപ്പോൾ ആ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനസ്സിലായോ? അതിൻ്റെ ആ ഒരു കിടപ്പ് വശം മനസ്സിലായോ? അതിൻ്റെ ആ ഒരു ദൈവശാസ്ത്രം മനസ്സിലായോ? ആ രഹസ്യം. എന്തിനാണ് ആ ഗാനം അവിടെ ആലപിക്കണേ? വ്യാഖ്യാന ഗീതം, അമ്പരമനവരതം. ആ വചനത്താലാണ് നമ്മളെല്ലാവരും, അല്ലേ? ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ. അതുകൊണ്ടാണ് ഈ ചെടികളും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടേതായ ഭാഷയിൽ. അപ്പം അത് ഞങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് നിൻ്റെ ഈ വചനത്താലാണ്. ആ വചനമാണ് ഇപ്പോൾ ഇവിടെ വായിക്കാൻ പോണതെന്ന് ഇത് പറഞ്ഞുകൊണ്ടാണ്, ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഗാനലാപം അവിടെ ആലപിക്കുന്നത്. മനസ്സിലായോ?
പറയണ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് എവിടെയാണ് എന്നെ ശൂരായ അല്ലേ, ശൂറായ പ്രകീർത്തനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം എന്തുകൊണ്ടാണ് ഇത് കണ്ടോ, അപ്പം ഇതിൻ്റെ ഇത് കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ഈ വാക്കുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൻ കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. കണ്ടോ, തൻ കരവിരുതല്ലോ, എന്താണ് പാടി, വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. മനസ്സിലായോ? തൻകര വിരുതല്ലോ, അതായത് എന്താണ് തൻകര വിരുത്? ഈ വചനമാണ് തൻകര വിരുത്. തൻകര വിരുതല്ലോ വാനവിധാനങ്ങൾ, അതായത് വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുകയാണ്. നിൻകര വിരുതിനാലാണ് ഞങ്ങൾ ഉണ്ടായതെന്ന്. മനസ്സിലായി? ഇപ്പം ക്ലിയർ ആയോ? അത് ഞാൻ വിട്ടുപോയി. അപ്പം ആ അർത്ഥത്തിലോട്ട് വരുമ്പോഴാണ് കാരണം കൂടുതൽ അത് വിസ്മയനീയമായിട്ട് മാറും. ഓ, അതാണല്ലേ ഈ പാട്ടിൻ്റെ അർത്ഥം. എന്തിനാണ് ഈ 19-ാം സങ്കീർത്തനം? ഇത് ഏത് സങ്കീർത്തനമാണെന്ന് പോലും നമുക്ക് കുറേ ആൾക്കാർക്ക് അറിയില്ല. 19-ാം സങ്കീർത്തനമാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലെഴുതി വെച്ചിട്ടുള്ളതാണ്, കണ്ണൻ പറയണതല്ലല്ലോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 19-ാം സങ്കീർത്തനം. മനസ്സിലായി? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് എങ്കർത്ത്. അപ്പോൾ ഇത് സീറോ മലബാർ റീത്തിലെ ഏറ്റവും ആഘോഷപൂർവമായ കുർബാനക്രമമുണ്ട്. എന്താണത്? അതെന്തെന്നാ റീത്തുകാരായിട്ട് നിങ്ങൾക്ക് പറയാം. ഉണ്ടോ, റാസ. എന്താ റാസ എന്ന വാക്കിനർത്ഥം? റാസ എന്ന് ചാടി പറഞ്ഞു. അപ്പോൾ റാസ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രഹസ്യം എന്നാണ്. രഹസ്യം എന്നാണ് ആ റാസ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ റാസാക്രമത്തിൻ്റെ ഇതാണ് കേട്ടോ, അത് ഞാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഇതേണ്ട വായിക്കാൻ പോകുന്ന ലേഖനഭാഗനം ശ്രവിക്കാൻ ദൈവജനത്തെ ആത്മീയമായി ഒരുക്കുന്ന കീർത്തനം, ശുശ്രൂഷികൾ രണ്ടുപേരും. എന്നിട്ട് അതൊക്കെ അവരെ വ്യാഖ്യാനം തന്നിട്ടാണ് നോക്കണം. അതുകൊണ്ട് സകലേശ്വരനാം ദൈവം, കണ്ടോ, ഭൂമിനുടയോൻ രാജമഹേശൻ തൻ്റെ സ്നേഹവിരുന്നിൻ ക്ഷണമുള്ളോരെ വരുവിൻ നിങ്ങൾ. കണ്ടോ, പരിശോധിപ്പിൻ വേഗം സുവിശേഷത്തിൻ ദിവ്യപ്രഭയിൽ നിങ്ങൾ. അപ്പം ഇത് എന്നിട്ട് ഇതിൽ ഏറ്റവും പ്രശസ്തമായ 2-3 വാക്കുകൾ പറയട്ടെ. നിഴലാം നിയമം വിട്ട് നൂതന നിയമം പാലിച്ചവനാം പൗലോസ് സ്ലീഹ തന്നോടെ മത്തിയ കണ്ണാൽ, അല്ലേ, എന്താണ് അല്ലേ, സ്ലീഹ തന്നോടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഇതൊക്കെ നമുക്ക് എന്ത് മനസ്സിലായി? അതായത് നിഴലാം നിയമം, പഴയ നിയമം, നിഴലാം നിയമം വിട്ട് ആര് വിട്ടു? പൗലോസ് അപ്പസ്തോലൻ. ദമാസ്കസിലേക്ക് പോയ കഥകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് അല്ലേ ചെതമ്പിൽ പോലെ എന്തോ ഒന്ന് അടർന്ന് വീണു. മനസ്സിലായി? ഇതെല്ലാം വേദഗ്രന്ഥ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ആരാധനക്രമം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പ്രൊട്ടസ്റ്റാൻ്റുകാരൊക്കെ വന്നിട്ട് പറയണതാണ് ഇത് എവിടെയാണ് കുർബാന എന്നും പറഞ്ഞ് എഴുതിയേക്കണേ. കുർബാനയെന്ന് എഴുതിയിട്ടില്ല. ശരിയാണ്, എഴുതിയതേ വിശ്വസിക്കോളൂ. അല്ലെങ്കിൽ യോഹന്നാൻ അപ്പസ്തോലൻ പറഞ്ഞു വിശുദ്ധ ഗ്രന്ഥം അതിൽ തന്നെ പൂർണ്ണമല്ല എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം. ശരിയാണോ? എന്തെന്നാ പറഞ്ഞേ? അതായത് യേശു ചെയ്ത മറ്റനേകം കാര്യങ്ങളുണ്ട്, അതെല്ലാം എഴുതാനായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ തന്നെ പുസ്തകങ്ങൾ തികയാതെ വരും. ഈ ഭൂമിയിൽ ഈ എറണാകുളം അല്ലെങ്കിൽ ഈ കണ്ണൂർ ജില്ലയിലെ പുസ്തകങ്ങൾ മാത്രമാണോ? എന്താ പറഞ്ഞത്? ഈ ഭൂമിയിലെ തന്നെ പുസ്തകങ്ങൾ തികയാതെ വരുമെന്ന് യേശു ചെയ്ത മറ്റനേകം കാര്യങ്ങൾ എഴുതിയിരുന്നെങ്കിൽ, എല്ലാ കാര്യങ്ങളും എഴുതിയിരുന്നെങ്കിൽ. അപ്പോൾ അതിൽ തന്നെ പൂർണ്ണമല്ലെന്നല്ലേ അർത്ഥം. അപ്പം ഇതിലെഴുതിയത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ എഴുതിയത് പോലും വിശ്വസിക്കണില്ല എന്ന് ഞാൻ പറയും പ്രൊട്ടസ്റ്റൻ്റുകാരോട്, അല്ലെങ്കിൽ സഭ വിട്ടുപോയവരോട്. മനസ്സിലായോ? അതുകൊണ്ട് എന്നോട് 1 മണിക്കൂർ സംസാരിച്ച് കഴിയുമ്പോൾ പിന്നെ അവരെൻ്റെ അടുത്ത് വരാറില്ല. അപ്പോൾ ഉണ്ടോ നിഴലാം, ഇത് നിങ്ങൾക്കറിയാമായിരുന്നോ? അപ്പോൾ ഇത് നേരത്തെ അറിയാമായിരുന്നോ?
നിഴലാം നിയമം വിട്ടു. ഞാൻ ചോദിക്കണതാണ് ആത്മാർത്ഥമായിട്ട്, നിങ്ങൾ അറിയില്ലായിരുന്നു. നിഴലാം നിയമം വിട്ടു എന്ന് പറഞ്ഞാണ്ടോ അല്ലേ? ഇവൻ ഏതിലായിരുന്നു, ഏതാധിപത്യത്തിലായിരുന്നു പൗലോസ്? സാവോൾ അവനെ ഒരു യഹൂദനായിരുന്നു, അല്ലേ? അവൻ 10 കൽപ്പനകൾ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത രീതി നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് അവൻ ക്രിസ്ത്യാനികളെ, യേശുവിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിക്കുന്നവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി അവിടെ ശിക്ഷ വിധിക്കാൻ, കൊന്നു കളയാൻ വേണ്ടിയിട്ടുള്ള വാറണ്ടും കൊണ്ടാണ് അവൻ, അത് മേടിക്കാൻ വേണ്ടിയാണ് അവൻ ദമാസ്കസിലേക്ക് പോകുന്നത്. അപ്പോഴാണ് അവൻ കുതിരപ്പുറത്തുനിന്ന് വീഴുന്ന ആ രംഗവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് പറഞ്ഞത്, നിഴലാം നിയമം വിട്ടു നൂതന നിയമം എന്ന് പറഞ്ഞാൽ പുതിയ നിയമം. മനസ്സിലായോ? നൂതന എന്ന് പറഞ്ഞാൽ പുതിയ നിയമം പാലിച്ചവനാം ഞാനത് ഉണ്ടാക്കി പാടിയതാണ്. പാലിച്ചവനാം, ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ മറ്റൊരർത്ഥം പറഞ്ഞെന്നുള്ളൂ. കണ്ടോ? പാലിച്ചവനാം പൗലോ സ്ലീഹ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം മനസ്സിൽ വരുന്നൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴും ആരാധനാ ചാപ്പലുകളിലാണെങ്കിലും നമ്മൾ എപ്പോഴും, മിക്കപ്പോഴും ഞാൻ കാണുന്നതും ഞാൻ തന്നെ പണ്ട് ചെയ്തിരുന്നത് കാര്യങ്ങളും ആണ്. നമ്മൾ ഒരു ബൈബിൾ എടുത്തിട്ട് നമ്മൾ ഉടനെ കർത്താവെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? സങ്കീർത്തനം അല്ലെങ്കിൽ ആ ഭാഗം, പഴയ നിയമഭാഗം തുറന്നാണ് വായിക്കുക. മനസ്സിലായോ? ഈ ബൈബിള് മുഴുവനും വചനങ്ങളാണ്, കർത്താവ് പറഞ്ഞ വചനങ്ങളാണ്. മനസ്സിലായോ? പക്ഷെ സുവിശേഷം, ബൈബിള് മുഴുവനും സുവിശേഷമല്ല. മനസ്സിലായോ? ബൈബിള് മുഴുവനും സുവിശേഷമല്ല, ആകെ 4 സുവിശേഷങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് സുവിശേഷം വായിക്കുമ്പോൾ ആരെഴുന്നേറ്റ് നിൽക്കുന്നത്? വിശ്വാസി സമൂഹം. അപ്പോൾ പിന്നെ സുവിശേഷം വായിക്കുമ്പോൾ അതെല്ലാം ഒരുപോലെ ആയിരുന്നെങ്കിൽ ഇരുന്നൂടെ? എന്തുകൊണ്ട് എണീറ്റിരിക്കണേ? ആരാധനാക്രമത്തിൽ എണീറ്റ് നിൽക്കണേ? അപ്പം അതിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത് പഴയ നിയമം. അതാണ് എന്താണ് ഹെബ്രായ ലേഖനത്തിലല്ലേ ഫസ്റ്റ് അപ്പോസ്തല പ്രവർത്തനത്തിലോ എന്താണ് വീഡിയോയിലേക്ക് കേൾക്കാൻ. ഓക്കെ. Thank you, Lord. Praise you, Lord. Hallelujah. Thank you, Lord. Praise you, Jesus. Hallelujah. എന്തായിരുന്നു ഇപ്പോൾ പറഞ്ഞത്? പൗലോ ആമേൻ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് കൂടാണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. കണ്ടോ? നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മന്നിൽ, പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കുക നിങ്ങൾ. നമ്മളിങ്ങനെ ഈ പാട്ട് പാടിപ്പോയി, നമുക്ക് എന്ത് മനസ്സിലായി ഈ വരിയെന്ന്? ഞാൻ ഒന്നും കൂടി വായിക്കാം. നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മന്നിൽ, പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കുക നിങ്ങൾ. അപ്പോൾ അതിൻ്റെ തന്നെ അക്ഷരാർത്ഥം എഴുതിയിട്ടുണ്ട് ഇപ്പുറത്ത്. ഇത് ഗദ്യഭാഗം അല്ലേ? ഇത് എന്താ പറയുക? പദ്യഭാഗം അല്ലേ? ഇത് ബാക്കി മറ്റേ സാധാരണ വായിക്കുന്നവർ. അപ്പോൾ യാചിക്കുന്നവരുടെ മുമ്പാകെ സൗഭാഗ്യദായകമായ ഭണ്ഡാകാരം തുറന്നു വെച്ചുകൊണ്ട് കർത്താവ് അവരോട് ചെയ്യുന്നു, പാപികളെ നിങ്ങൾ വരുവിൻ, കടപ്പത്രം തിരികെ വാങ്ങിക്കൊള്ളുവിൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? അതായത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, ഇപ്പം നമ്മുടെ ആധാരം വലിയൊരു സമ്പത്തിൻ്റെ ഒരു ബാധ്യതയിൽ ബാങ്കിലാണെന്ന് വിചാരിക്കുക. വലിയൊരു ഇതിൽ ബാങ്കിലാണ്. അപ്പോൾ അതിലാകെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആ ബാങ്കിൽ നിന്ന് കോൾ വരികയാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മാനേജർ വിളിക്കുകയാണ്. അപ്പോൾ കോൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ആധാരം ഇത് ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ, ഇത് എന്താണ് നിങ്ങൾ കൊണ്ടുപോകാത്തത് എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അത് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഈ മാനേജർ പറയണം, നിങ്ങൾ നാളെ രാവിലെ വന്നോളൂ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാരം തന്നുകൊള്ളാം. അല്ലേ, ഞങ്ങൾ ഇത്ര പൈസ തരാനില്ല. അപ്പോൾ ഇല്ല, അതൊക്കെ ഒരാൾ തന്നിട്ടുണ്ട്. മനസ്സിലായോ? അതൊക്കെ ഒരാൾ തന്നു. അതാണ് മനസ്സിലായോ? ഇത് വേറെ എങ്ങനെയാണ് നമുക്ക് ഓരോ വാക്കിലൂടെ പറഞ്ഞ് വിവരിക്കാൻ എനിക്കറിയില്ല.
യാചിക്കുന്നവരുടെ മുമ്പാകെ സൗഭാഗ്യദായകമായ ഭണ്ഡാകാരം തുറന്നു വെച്ചുകൊണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു. കണ്ടോ, സൗഭാഗ്യദായകമായ നിക്ഷേപം. ആ ഭണ്ഡാകാരം എന്താണ്? യേശുവിൻ്റെ എന്താണ് ആ നിക്ഷേപ സൗഭാഗ്യം? കർത്താവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം. ഇതിനെല്ലാം അർപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് കിട്ടിയ ഫലങ്ങൾ വെച്ചുകൊണ്ടാണ് ഈശോ പറയണത്, പാപികളെ നിങ്ങൾ വരുവിൻ, കടബാധ്യതകൾ തിരികെ വാങ്ങിക്കൊള്ളുവിൻ. അതിൻ്റെയൊക്കെ ഗൗരവം മനസ്സിലായോ? പാപികളെ നിങ്ങൾ വരുവിൻ, നിങ്ങളുടെ കടപ്പാത്രം. അപ്പോൾ ഈ എങ്കാർത്ത ദുർഗാമ വ്യാഖ്യാന ഗീതം അല്ലേ, സുവിശേഷ വായനയ്ക്ക് മുൻപുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ, ഈ റാസാക്രമ കുർബാനയിൽ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വളരെയധികം വളരെ ഭയഭക്തിയോടുകൂടിയും, ഇപ്പം ഞാൻ ആലോചിക്കണമായിരുന്നു, പാറേപ്പള്ളിയിൽ ഞങ്ങളുടെ രാവിലെയും വൈകിട്ടും കുർബാനനെ കുറിച്ചുള്ള ധ്യാനം. രാവിലെ തൊട്ട് 5 മണി 5:30 വരെ ഒരു സെക്ഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 6 മണി തൊട്ട് 9:30 വരെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ 5 ദിവസം ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കണ കഴിഞ്ഞ് ഞാൻ ക്യാമറയൊക്കെ എല്ലാം എടുക്കണ സമയത്ത് ഒരു കന്യാസ്ത്രീ പുറകെ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ചെവിട്ടിൽ ഇങ്ങനെ മന്ത്രിച്ചു, അതെ, ഒരു ക്യാമറാമാൻ കുർബാന പുസ്തകം പിടിച്ചുകൊണ്ട് വളരെ ഭയഭക്തിയോടുകൂടി ഇങ്ങനെ നിന്ന് ബലിയർപ്പിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. കാരണം ഞാൻ അന്ന് കുർബാനനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടേ ഞാൻ ഈ കുർബാന പുസ്തകം അച്ഛനത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് എനിക്ക് കിട്ടണില്ല. അപ്പോൾ തോമസ് പോൾ പുറകെ നിന്ന് ഓടി വരും, എന്നിട്ട് എനിക്കത് എടുത്തു തരും. ഇത് ഇവിടെയാണ്. അപ്പോൾ എനിക്കതൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. അപ്പോൾ അപ്പോൾ ക്യാമറയെ നോക്കണം, മനസ്സിലായോ? അപ്പോൾ അത്രയും ഇതിലാണ് ഇതിങ്ങനെ പ്രാർത്ഥിച്ചു ഞാനിതിനെ സമീപിച്ചുകൊണ്ടിരുന്നെന്ന് പറയാം, അത്ര ആഗ്രഹത്തോടു കൂടി. അപ്പോൾ ഈ പാട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സുവിശേഷ ഗീതത്തിനോട് ബന്ധപ്പെട്ട് അതിന് തൊട്ട് മുൻപായിട്ട് വരുന്നുണ്ട്, പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു അല്ലേ. ഇതൊക്കെ പറയുമ്പോൾ എഴുതി നരകുല രക്ഷകന മിശിഹാരാജൻ തന്മൊഴി സുവിശേഷത്തിൻ പരിശുദ്ധാത്മ നിവേശത്താൽ. അപ്പം എന്നിട്ട് പിന്നെ പറയണ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. യൂദയ സഭയിൽ മത്തായി ആർക്ക് വേണ്ടി എഴുതിയത്? മനസ്സിലായോ? മർക്കോസ് റോമിലെ ജനതയ്ക്കായി. ഇതൊക്കെ നമ്മളെല്ലാ ദിവസവും കേൾക്കണതല്ലേ ഇതൊക്കെ. എന്താണ് ഇതിൻ്റെയൊക്കെ പൊരുള്? ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്, ചിലത് മനസ്സിലാകാത്തതുണ്ട്. ഈ ലൂക്ക ഈജിപ്തിലെ സഭയിൽ, യോഹന്നാൻ എഫേസോസിൽ ഉണ്ടോ. അപ്പം ഇത് ഓരോ ഈ 4 സുവിശേഷവും 4 ഭാഗങ്ങളിലേക്ക് എഴുതപ്പെട്ടിട്ടുള്ളതാണ്, ഈ 4 സുവിശേഷകരും കൂടി. അപ്പം ഇതൊക്കെ അതിൻ്റെ ഓരോ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ തിരുക്കർമ്മത്തിൽ. അപ്പം ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ഇങ്ങനെ നിൽക്കുമ്പോൾ. ഞാൻ പറയാമല്ലോ, കരയാനല്ലാതെ വേറൊന്നും പറ്റില്ല, വേറൊന്നും ചെയ്യാൻ പറ്റാറില്ല, മനസ്സിലായോ? ഞാൻ റാസാ കുർബാന ക്രമത്തിൽ ചെത്തിപ്പുഴ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ നമ്മുടെ ധ്യാനത്തിന് ആണ് ഞാൻ ആദ്യമായിട്ട് 2017 അവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ക്യാമറ, അപ്പോൾ റാസാ കുർബാന ക്രമം അതിന് പ്രത്യേക അച്ഛനാണ് വന്നത്. അപ്പോൾ ആ അച്ഛൻ വന്നിട്ട് അപ്പോൾ അവിടെ കരയാനുണ്ട, ഞാനങ്ങോട്ട് കരഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കങ്ങോട്ട് കരച്ചിൽ എനിക്ക് എനിക്ക് അപ്പോൾ കന്യാസ്ത്രീമാരാണ് കൂടുതലും. അപ്പോൾ അവരിനി കണ്ടിട്ട് അവർക്കൊരു അരോചകമാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ക്യാമറ അവിടെ വെച്ചിട്ട് 43 മിനിറ്റ് ഞാൻ കരഞ്ഞു എന്നുള്ളതാണ് പുറകെ പോയി നിന്നിട്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, സമയം നോക്കിയിട്ടാണോ കരഞ്ഞത്? അതെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ അരമണിക്കൂർ കൂടുമ്പോൾ കട്ട് ചെയ്ത് ഓൺ ചെയ്യണം, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ സമയം നോക്കിയിരുന്നു. അവിടുത്തെ ക്ലോക്കിലെ എൻ്റെ വാച്ചിൽ 43 മിനിറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഇതെന്താ കരയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗമായിരുന്നു. ഏത് ഭാഗം? റാസാക്രമത്തിൽ റൂഹാക്ഷണ പ്രാർത്ഥന അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി അതിലേക്ക് നമ്മൾ ഒരുക്കും. അതിലേക്ക് ഒരുക്കണത് എങ്ങനെയാണ്? റാസാക്രമത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അത് കണ്ടേക്കണേ? റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ ഒരുക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസി സമൂഹത്തെ പുരോഹിതൻ ഒരുക്കുന്നത് എങ്ങനെയാണ്? അതായത് വിശ്വാസി സമൂഹത്തിൻ്റെ നടുവിലേക്ക് പുരോഹിതനും ശുശ്രൂഷികളും വരും. എന്നിട്ട് തിരുശീല അല്ലേ, അത് ദൈവാലയത്തിന് നടുക്ക് വിരിച്ചിട്ട് അതിനായിട്ട് ഒരിക്കലാണ് റൂഹാക്ഷണ പ്രാർത്ഥന. എന്നിട്ട് എന്താണ് ആ ഗാനം? എന്താണ് ആ ഗാനം? ഒന്ന് പാടിക്കേ.
എന്താണ് ആ ഗാനം? എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ പാടണതൊക്കെയാണ്, എനിക്ക് പെട്ടെന്ന് കിട്ടണില്ല അതിപ്പോൾ. എന്താണ് ഞാനിപ്പോൾ കിട്ടിയിട്ടില്ല, ഞാനിപ്പം മനസ്സിൽ തന്നെയാണ്. എന്താണ്? നിന്നുടെ വൈദികരണിയും നീതി, നിൻ വിശുദ്ധർ മഹിമാവും, പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ. അത് പാട് നിങ്ങ. ഞാനത് പാടി നിർത്തിക്കഴിഞ്ഞപ്പം അതൊന്ന് പാടി. അത് അറിയില്ല അപ്പോൾ ആ പാട്ട്. ഉണ്ടോ? ഇതുണ്ടത് ഞാൻ എന്താണ് അതുകൊണ്ടായിരിക്കും. അപ്പോൾ റാസ കുർബാനയിൽ പാടുന്ന ഈ ദിവ്യ രഹസ്യഗീത കണ്ടോ, ഇത് ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. കണ്ടോ, ഓനീസ ഓനീസ എന്ന് എഴുതിയിട്ട് ദിറാസെ എന്ന് പറഞ്ഞിട്ട് പറയാണ് ദിവ്യ രഹസ്യ ഗീതം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കണം. അപ്പോൾ അതെന്താണെന്നുള്ള നിന്നുടെ വൈദികരണിയും നീതി, അതായത് വൈദികരണിയുന്ന ആ കാപ്പി ഉണ്ടല്ലോ, ഏറ്റവും പുറത്ത് വരുന്ന തിരുവസ്ത്രം, അതിൻ്റെ പ്രതീകം എന്താണ്? അത് നീതീകരണമാണ്, നീതീകരിച്ചിരിക്കുന്നതിൻ്റെ നീതിയുടെ പ്രതീകമാണ്. കർത്താവ് നീതീകരിച്ചിരിക്കുന്നു. അതൊക്കെ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാപ്പയൊക്കെ ധരിക്കുമ്പോൾ അതിന് പ്രതീകമുണ്ടെന്ന്, ഓരോ തിരുവസ്ത്രത്തിനും ഓരോ കാര്യങ്ങൾക്കും. അതാണ് നിന്നുടെ വൈദികരണിയും നീതി, നിൻ വിശുദ്ധർ മഹിമാവും, പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ. സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ, പ്രാർത്ഥനയോടെ ക്ഷണിപ്പൂ സ്വർഗത്തിൽ നിന്നുമിതാ. റൂഹാ വന്ന് വസിച്ചു മിശിഹാതൻ തിരുഗാത്രം, പാവനമാക്കുകയാണീ യാഗത്തിൽ തൻ ചൂട്. ഇതൊക്കെ പാടുമ്പോൾ നമ്മെ അങ്ങനെ കരയാണ്ടിരിക്കും. എനിക്ക് നാണം വന്നിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കരയാനായിട്ട്, മനസ്സിലായേ? ആ ഒറ്റക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ബലിയർപ്പണത്തിന് ഏറ്റവും പുറകെ പോയി നിൽക്കും. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെയൊക്കെ പറയണ ആളായിട്ട് നീ എന്തിനാ പുറകെ പോയിക്കണം, മുമ്പിൽ പോയിക്കാൻ പറ്റും. എനിക്ക് മുമ്പിൽ പോയി എന്നൊക്കെ അറിയാൻ പറ്റില്ല. എന്നെ ഒരാൾ ശ്രദ്ധിക്കണമെങ്കിൽ എനിക്ക് കരയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായോ? പാവനമാം ബലിപീഠേ വന്ന്. അപ്പം ഇതിൽ 43 മിനിറ്റ് എന്നല്ല, എത്ര നാൾ വേണമെങ്കിലും എനിക്ക് ഈ പാട്ട് എപ്പോൾ കേട്ടാലും കരച്ചിൽ വരും. മനസ്സിലായി? അതാണ് എന്നെ കർത്താവ് കുർബാനക്രമത്തിലൂടെയാണ് എന്നെ അനുഭവിപ്പിച്ചത്. അങ്ങനെയാണ് ആദ്യമായിട്ട്. അന്ന് എനിക്കറിയില്ലായിരുന്നു, ഈ 2017 എനിക്കറിയില്ല ഇതെന്തിനാണ് ഈ ഗാനം ഈ തിരുക്കർമ്മത്തിൽ പാടണേന്ന്. ഞാൻ എന്തിനാ കരഞ്ഞത് ഈ ഭാഗത്ത് വന്നപ്പോൾ. അപ്പോഴാണ് എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ടീമിലുള്ള ഒരാളോട് ചോദിച്ചു, അതേ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ ഗാനം ഞാനിങ്ങനെ കരഞ്ഞായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ കരച്ചിലും? ആൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എടാ അതെ റൂഹാക്ഷണ പ്രാർത്ഥനയാണ്. ആ റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള ഒരുക്കമാണത്, സ്തോത്രയാഗ കർമ്മത്തിൽ അല്ലെങ്കിൽ അനാഫ്രയ്ക്ക് മുമ്പുള്ള. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെറുതെ അല്ല കരഞ്ഞത്. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ നിമിഷം, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ബലി വസ്തുക്കളിൽ ആവസിക്കണമേ എന്ന് പറയുമ്പോൾ ആ ബലി വസ്തുക്കളിൽ മാത്രമല്ല, നമ്മുടെ ആ ദൈവാലയത്തിൽ നിൽക്കുന്ന വിശ്വാസി സമൂഹം മുഴുവനിലേക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ കരയണത്. ഞാൻ ഒന്നും കൂടി പാടട്ടെ. എനിക്ക് ശരിക്കും ഫീൽ വന്നിട്ട് അതിങ്ങനെ. അപ്പോൾ അത് എനിക്ക് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ പാട്ട് ഇത്രയും ഫീലോടുകൂടി മറ്റുള്ളവരുടെ മുമ്പിൽ പാടുന്നത്. എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല, പക്ഷേ ഈ പാട്ടൊക്കെ പാട്ടൊന്നും അറിയാൻ പാടില്ലെങ്കിലും നമുക്ക് പാടാൻ പറ്റില്ലേ?
നിന്നൂടെ നിങ്ങൾ കണ്ണൊക്കെ അടച്ചിട്ടേ നിങ്ങളൊന്ന് ശ്രവിച്ചു നോക്കിയത്, നിങ്ങൾ ഹൃദയമൊക്കെ അല്ലേ, ഹൃദയം മാത്രം തുറക്ക്, കണ്ണൊക്കെ അടച്ചിട്ട്. നിന്നൂടെ വൈദികരണിയും നീതി നിൻ വിശുദ്ധർ മഹിമാവും പാവനമാം ബലിപീടെ വന്നെത്തി വൈദികൻ. സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പൂ സ്വർഗത്തിൽ നിന്നുമിതാ. റൂഹാ വന്നു വസിച്ചു മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാണി യാഗത്തിൽ തൻ ശോണിതവും. അങ്ങനെ അങ്ങാട് ആ ഗാനം പോകും. ഇത് എന്താണെന്ന് മനസ്സിലായോ? പാവനമാം ബലിപീടെ വന്നെത്തി വൈദികൻ സ്വർഗ, അതൊക്കെ നമുക്ക് മനസ്സിലായി. പ്രാർത്ഥനയോട് ക്ഷണിപ്പ് സ്വർഗത്തിൽ നിന്നുമതാ റൂഹ വന്നു വസിച്ചു മിശിഹാതൻ തിരുഗാത്രം എന്ന് പറഞ്ഞാൽ, ഗാത്രം എന്ന് പറഞ്ഞാൽ, ഗാത്രം എന്ന് പറഞ്ഞാൽ ആരുടെ ശരീരം? ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ആരൊക്കെയുണ്ട്? ഈ മനുഷ്യവംശം മുഴുവനും മാത്രമല്ല, സകല സൃഷ്ടി പ്രപഞ്ചവും അവൻ്റെ ശരീരത്തിൽ ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യാവതാരത്തിലൂടെ എന്ന് സഭ നമ്മളെ പഠിപ്പിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ തിരുപ്പിറവിയുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മുനമ്പം മഞ്ഞുമാതാ പള്ളിയിൽ. അതിലേക്ക് അപ്പോൾ ആ ഒരു രഹസ്യം, അതായത് ഉണ്ണീശോൻ്റെ ശരീരത്തിൽ സർവ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ, ഈ ഇലകളും ഈ നദിയും ഇതെല്ലാം ആരിലൂടെ ഉണ്ടായത്? ആരിലൂടെ ഉണ്ടായേ പറയ്, മനസ്സിലായോ? അപ്പം ആ ഉണ്ണീശോൻ്റെ ശരീരത്തിലുള്ള സർവ്വ സൃഷ്ടി പ്രപഞ്ചത്തിലേക്കും മാത്രമല്ല, ആ വിശ്വാസി സമൂഹത്തിലേക്ക് അല്ലേ, അത് കോമണാണ്, വിശ്വാസി സമൂഹത്തിലേക്കും മുഴുവനും തിരുഗാത്രത്തിലേക്കും എന്ത് വരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ അല്ലേ, എന്താണ് പരിശുദ്ധ ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ് എന്നൊക്കെയാണ് എന്ത് ലത്തീൻ ആരാധനക്രമത്തിൽ അതിൻ്റെ ഇംഗ്ലീഷ് ഭാഗം വരുമ്പോൾ ആ പ്രാർത്ഥന. ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ്, കണ്ടു, പ്രവർത്തിക്കുന്നു. നമുക്കൊന്നുകൂടി സ്തുതിക്കുക. ഇത് വേറെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് എനിക്കറിയില്ല ഇതിങ്ങനെ പോണത്. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം അപ്പോൾ വചന ശുശ്രൂഷ സമയത്താണ്, വചന ശുശ്രൂഷയ്ക്ക് ശേഷം സുവിശേഷ വായനയ്ക്കായിട്ട് ബലിയർപ്പകൻ ബലിപീഠത്തിൽ നിന്ന് വചനവേദിയിലേക്ക് വന്നിട്ട് ലത്തീൻ ആരാധനക്രമത്തിൽ ഒരു കാര്യം ഉദ്ഘോഷിക്കും സുവിശേഷ വായനയ്ക്ക് മുൻപായിട്ട്. എന്താണത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെപ്പോഴും പിന്നെ നിങ്ങളുടെ രീതി തന്നെ ആയതുകൊണ്ട് പിന്നെ അത് ശ്രദ്ധിച്ചു. അപ്പം ഇനി ശ്രദ്ധിക്കുക, അതായത് ലോർഡ് ബി വിത്ത് യു, അതായത് കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് വൈദികൻ ആ വചസ്സുകൾ ഉദ്ഘോഷിക്കുമ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് ആരാധനക്രമം നമ്മളെ കൊണ്ടുപോവുകയാണ്. എന്താണ് രണ്ടാമത്തെ രഹസ്യം? എന്താണ് രണ്ടാമത്തെ രഹസ്യം? ജ്ഞാനസ്നാനം എന്ന ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ രഹസ്യത്തിലേക്ക്. അപ്പോൾ അത് ഏതാണ്? വേദഗ്രന്ഥ അടിസ്ഥാനം. അതായത് ഈശോ പറഞ്ഞു അല്ലേ, അവൻ സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് വായിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവന് നൽകപ്പെട്ടു ഏത് പുസ്തകം? യേശയ്യായുടെ പുസ്തകം നൽകപ്പെട്ടു. അവൻ എന്ത് വായിച്ചു? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രൻ അല്ലേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതാണ് കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ രഹസ്യത്തെ സഭ തൻ്റെ ആരാധനക്രമത്തിലൂടെ പുനരാവിഷ്കരിക്കുന്നു. പക്ഷേ ആ രഹസ്യത്തെ ഒരുപാട് വർണ്ണിക്കുന്നില്ല. കണ്ടോ ഇപ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ മാത്രമാണ് ഈ രഹസ്യമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിലോ നമ്മൾ നേരത്തെ വായിച്ച 1201 202 ഇപ്പോൾ വരും. മനസ്സിലായോ? ഒരു രീതിയിൽ മാത്രം ഒതുങ്ങാൻ പ്രകാശിതമാകാനാവാത്ത വിധം. ഇനി നിങ്ങളുടെ രീതിയിൽ പറയട്ടെ, അത് അറിയോ? നിങ്ങൾക്ക് അറിയോ?
അതായത് സർവാധിപനാം കർത്താവേ നിന്നെ അല്ലേ നിൻ സ്തുതി. ഇപ്പം അത് മാറ്റം വന്നിട്ടുണ്ട്. നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോനാഥ വിനയമോടെ അല്ലേ. അപ്പം ഈ സമയം മദ്ബഹ വിധി നീക്കപ്പെടുന്നു. അത് മദ്ബഹ എന്തിൻ്റെ പ്രതീകമാണെന്ന് നമ്മൾ പറഞ്ഞ്? സ്വർഗം. ഈ സ്വർഗം തുറക്കപ്പെട്ടത് എപ്പോഴാണ്? മനസ്സിലായോ? ഇതും വേദഗ്രന്ഥ അടിസ്ഥാനത്തിലാണോ അല്ലയോ? മനസ്സിലായോ? ബൈബിളും കൂദാശയുടെ അല്ലെങ്കിൽ ആരാധനക്രമത്തിൻ്റെ ബന്ധം വിവരമില്ലാത്ത അല്ലെങ്കിൽ കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ പറയും ഓരോ കാര്യങ്ങൾ. നമ്മ അത് കേട്ട് കുറേ ക്രിസ്ത്യാനികൾ അതിൻ്റെ പുറകെ പോകാൻ പറഞ്ഞ. മനസ്സിലായോ? എന്താണ് ഇതിൻ്റെ ഇത് കിടക്കണേ? എവിടെ കിടക്കണേ ഇതൊക്കെ? അപ്പോൾ സീറോ മലബാർ രീതിയിൽ എന്താണ് മദ്ബഹ വിധി മാറ്റപ്പെടുമ്പോൾ യേശുവിൻ്റെ ജ്ഞാനസ്നാനം എന്ന രഹസ്യത്തെ അപ്പോൾ ഇത്രയും വർണ്ണിക്കണുണ്ടോ ലത്തീൻ ആരാധനക്രമത്തിൽ? ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പാരമ്പര്യം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? പൗരസ്ത്യ ആരാധനക്രമത്തിൻ്റെ ഈ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഈ ഒരു ആരാധനക്രമത്തിലെ ഈ ഒരു ആ രഹസ്യത്തെ പുനരാവിഷ്കരിക്കുന്ന ആ ഭാഗം നമുക്ക് ഇല്ലായിരുന്നെങ്കിൽ, സീറോ മലബാർ രീതിയിൽ ഇല്ലായിരുന്നെങ്കിൽ, ഈ ലത്തീൻ കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. അപ്പോൾ അത് സുവിശേഷ വായനയ്ക്ക് മുമ്പായിട്ടുള്ള, മിക്കപ്പോഴും അത് പറയുന്നുണ്ട്, പക്ഷേ സുവിശേഷ വായനയ്ക്ക് മുൻപായിട്ടുള്ള കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് വൈദികൻ ഉദ്ഘോഷിച്ചുകൊണ്ട് പിന്നെ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോഴാണ് അതിനെയാണ് ലത്തീൻ ആരാധനക്രമത്തിൽ യേശുവിൻ്റെ ജ്ഞാനസ്നാനം എന്ന രഹസ്യത്തെ പുനരാവിഷ്കരിക്കുന്നത്, അനാവരണം ചെയ്യും. അപ്പോൾ അത് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും കൂടുതലായിട്ട്? അപ്പോൾ പൗരസ്ത്യ ആരാധനക്രമം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സീറോ മലബാർ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ് അവിടെ. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ വചന ലേഖന വായനയും പഴയ നിയമഗ്രന്ഥ വായന ഇവിടെയൊക്കെ ഈ ഗാനങ്ങളൊക്കെ ആലപിച്ചോ ഇല്ലയോ? വിശ്വാസികളെ കേൾപ്പിൻ ഇതൊക്കെ പറഞ്ഞിട്ട് അമ്പരമനവരതം. അപ്പോൾ ഇതൊക്കെ ലത്തീൻ ആരാധനക്രമത്തിലുണ്ടോ? മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ ഒരു പാരമ്പര്യം കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഇതിനെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു? ഒരു റീത്തിൽ മാത്രം പ്രകാശിതമാകാനാവാത്ത വിധം അത്ര ശ്രേഷ്ഠമാണ്. ഒരു റീത്തിൽ മാത്രമായിട്ട് ഇതിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല ആരാധനകർമ്മത്തെ. അതുകൊണ്ടാണ് 24 റീത്തുകൾ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഇപ്പോൾ 24 റീത്തുകളൊക്കെ ഉണ്ടായിരിക്കണതിൻ്റെയൊക്കെ അടിത്തറ എന്താണെന്ന് മനസ്സിലായി. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടെ തന്നെ അപ്പോൾ സുവിശേഷ വായന, സുവിശേഷം യേശു പ്രഘോഷിച്ചതെപ്പോഴാണ്? അതായത് സുവിശേഷ വായനയ്ക്ക് ശേഷം പുരോഹിതൻ എന്ത് ചെയ്യും? അതിനെ നമുക്ക് വ്യാഖ്യാനിച്ചല്ലേ, നമുക്കതിനെ വ്യാഖ്യാനിച്ച് തരും. അതായത് അപ്പം മുറിക്കുന്നത് പോലെ തന്നെ വചനം നമുക്ക് മുറിച്ച് ഭക്ഷിക്കാനായിട്ട് തരാണ് ഈശോ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞത്? നിങ്ങൾ അപ്പം കൊണ്ട് മാത്രമല്ല എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. അപ്പം കൊണ്ട് മാത്രമല്ല എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതാണ് ഈ സുവിശേഷ ഭാഗം. അപ്പോൾ ഇവിടെ മറ്റൊരു മൂന്നാമത്തെ രഹസ്യത്തിലേക്ക് സഭ ആരാധനക്രമം നമ്മളെ കൊണ്ടുപോവുകയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതം. അപ്പോൾ യേശു സുവിശേഷം പ്രഘോഷിച്ചപ്പോഴാണ് 3 വർഷക്കാലം അല്ലേ അവൻ്റെ പരസ്യ ജീവിതം. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടായി? അവിടെ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, സമരിയാക്കാരിയെ മാനസാന്തരപ്പെടുത്തി, സക്കേവൂസിനെ മാനസാന്തരപ്പെടുത്തി, 12 അപ്പസ്തോലന്മാരെ ഇവൻ വിളിച്ചു. ഇതൊക്കെ ശരിക്കും ഇത് കൊണ്ടുതന്നെ. അപ്പോൾ ഇത് മാത്രം കൊണ്ടുവരാൻ നമ്മളിപ്പോൾ പറയാനാണെങ്കിൽ ഇത് എത്ര വർഷം എടുക്കും? ഈ പറയണത് തന്നെ 1 വർഷം എടുത്താലും തികയില്ല ഈ പരസ്യ ജീവിതത്തെക്കുറിച്ച് പറയാനേ. കണ്ടോ? അപ്പോഴാണ് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ ചോദിക്കണത് എത്ര മണിയാകുമ്പോൾ തീരും എന്ന് ചോദിക്കണത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഈ പരസ്യ ജീവിതത്തെ തന്നെ കൊണ്ടുവരാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരുക്ക ശുശ്രൂഷയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒരുക്ക ശുശ്രൂഷയിൽ ലത്തീൻ ആരാധനക്രമത്തിൽ സ്തോത്രയാഗ കർമ്മം എന്നുകൂടിയാണ് അവിടെ. അപ്പോൾ രണ്ടായാലും എന്തെന്നാണ് ഈ കൈ കഴുകൽ അല്ലെങ്കിൽ അല്ലേ പുരോഹിതൻ തന്നെയും വിശ്വാസി സമൂഹത്തെയും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ റീത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സീറോ മലബാർ റീത്തിൽ
എന്താണ് അവിടെ പാടുന്ന കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, മിശിഹ കർത്താവിൻ കണ്ടോ തിരുമേയ് നീണവുമിതാ, പാവന ബലിപീഡേ സ്നേഹഭയങ്ങളോടണയുക നാം. അവിടെ നിർത്ത്. അഖിലരുമൊന്നായി സന്നിധിയിൽ. അഖിലരുമൊന്നായി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനേയുമാണ്. അതായത് മനുഷ്യാവതാരം എടുത്ത യേശു ക്രിസ്തുവിൽ ആരുണ്ടെന്ന് പറഞ്ഞു? സർവ്വ സൃഷ്ടപ്രപഞ്ചം മുഴുവനുണ്ടെന്ന് നമ്മൾ പറഞ്ഞതല്ല. അതിലോട്ടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോയിട്ടില്ല. അത് വലിയൊരു വിഷയങ്ങളായതുകൊണ്ട് അതിലോട്ട് കൊണ്ടുപോയിട്ടില്ല ഇപ്പോൾ. അപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക എന്താണ്. അപ്പോൾ ആ സർവ്വ സൃഷ്ടപ്രപഞ്ചം മുഴുവനും യേശുവിൻ്റെ തിരുശരീരത്തിൽ ആ ഉണ്ണീശോയിലുണ്ടെങ്കിൽ ആ ശരീരമല്ലേ ഇവിടെ ഇപ്പോൾ സമർപ്പിക്കണത്? ആണോ? അപ്പോൾ ആരെയാണ് സമർപ്പിക്കണത്? ഈശോ. അപ്പോൾ അവിടെ വേറൊരു കാര്യം കൂടി പറയണം. അവനെ തന്നെ അവൻ്റെ കരങ്ങളിലെടുത്ത്, അല്ലേ, അവൻ തന്നെ തൻ്റെ കരങ്ങളിലെടുത്ത് പിതാവിന് എന്താണ്? അവൻ തന്നെ തൻ്റെ കരങ്ങളിലെടുത്ത് പിതാവിന് സമർപ്പിക്കുന്നു. അവൻ തന്നെ തൻ്റെ കരങ്ങളിലെടുത്ത് പിതാവിന് സമർപ്പിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അവിടെ അതാണ് അഖില ചരാചര അല്ലേ, എന്തെന്നായിരുന്നു ഒന്ന് പാടിയേ ഒരിക്കൽ ശുശ്രൂഷ. നനവുമിതാ പാവന ബലിപീഡേ സ്നേഹഭയങ്ങളോടണയുക നാം. അപ്പോൾ ഈ അഖിലരുമൊന്നായി സന്നിധിയിൽ എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ഉടനെ സമർപ്പിക്കണം എൻ്റെ അമേരിക്കക്കുള്ള വിസ, എൻ്റെ മോളുടെ കല്യാണം. അല്ല, ഞാനിത് കളിയാക്കാൻ പറഞ്ഞല്ല, ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ വിശേഷം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു ആരെയാണ് സമർപ്പിക്കണേ? ലോകം മുഴുവനെയും പുതിയ സൃഷ്ടികളാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ അവൻ ചെയ്യണ കാര്യങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നിട്ട് എന്താണ് നമ്മളെന്താ ചെയ്യേണ്ടത്? എൻ്റെ വീട് പണിയേട്ടാ, ഒരു 5 ലക്ഷം രൂപ കൂടി കിട്ടിയാലേ തീരുള്ളൂ, ഇതങ്ങോട്ട് സമർപ്പിക്കാം. ശരിയാണോ ഇല്ലയോ? അപ്പോൾ അതിനെ വിലയില്ലാണ്ടാക്കി കളയല്ലേ നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി സ്വിസ് ബാങ്കിൽ ഇട്ട നിക്ഷേപം അതിന് വിലയില്ലാണ്ടാക്കി കളയല്ലേ നമ്മൾ? കേവലം അല്ലേ, വികലമാക്കി ഇത്രയും ഇതിലൂടെ. മനസ്സിലാവുണ്ടോ? അപ്പോൾ എന്ത് നമ്മൾ സമർപ്പിക്കണം അവിടെ? ലോകം മുഴുവനെയും സമർപ്പിക്കണം. മനസ്സിലായോ? എന്ത് സമർപ്പിക്കണം? കാഴ്ചവെപ്പ് ഗാനത്തിലേ, ഇനി ചുരുക്കി പറഞ്ഞാൽ കാഴ്ചവെപ്പ് ഗാനത്തിൽ നമ്മൾ കുറേ ഫിസിക്കലായിട്ട് അല്ലേ നമ്മൾക്ക് കിട്ടിയ ഫലങ്ങൾ നമ്മളത് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, ദശാംശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ അവിടെ എന്താണ് മറ്റൊരു സമർപ്പണം, ഏറ്റവും കാതലായ സമർപ്പണം നടക്കേണ്ടത്? മനസ്സിലായോ? ലോകം മുഴുവനെയും അവിടെ സമർപ്പിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഈ മറ്റു കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ അതിൽ തന്നെ തെറ്റൊന്നുമില്ല. പക്ഷേ എന്താ, നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇപ്പം എനിക്ക് ഞാൻ എൻ്റെ രോഗം മാറാനോ, ഞാൻ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനോ, ഞാൻ എൻ്റെ മകൻ നല്ലോണം പഠിക്കാനോ വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ പ്രാർത്ഥിക്കാറില്ല. മനസ്സിലായോ? അല്ലാണ്ടും പ്രാർത്ഥിക്കല് കുറവാണ്. കാരണം എൻ്റെ മോൻ ഇപ്പോൾ +1 പഠിക്കണേ. ആ +1 വരെ പഠിപ്പിച്ച കർത്താവ് അവനെ +2 ജയിപ്പിക്കുകയോ ഇല്ലയോ? മനസ്സിലാവുണ്ടോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കങ്ങനെ വലിയ ഇതൊന്നുമില്ല. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിലോട്ട് പോയി ഇനി വേറെ ഇതിലോട്ട് പോകും. അപ്പോൾ കാര്യം മനസ്സിലായി. നമ്മുടെ കുറേ കാര്യങ്ങൾ ഇനി പ്രാർത്ഥിച്ചതുകൊണ്ട് തെറ്റുണ്ടെന്നല്ല പറയണേ, പക്ഷെ അതിനെ വികലമാക്കുന്ന രീതിയിൽ നമ്മൾ അത് മാത്രമായി പോലെ. ഇപ്പം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം. നീ എന്തെങ്കിലും എനിക്ക് തന്നാൽ ഞാൻ ഇന്നത് ചെയ്യാം, അല്ലേ? അങ്ങനെയല്ലേ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഒരു ബ്രോക്കറാക്കി നിർത്തിയിരിക്കുകയല്ലേ? എൻ്റെ ഭാഷയിൽ ഞാൻ പറയാണ്, യേശു ക്രിസ്തുവിനെ ബ്രോക്കറാക്കി നിർത്തിയിരിക്കുകയല്ലേ നമ്മൾ. ഇന്നൊരു വാടക വീട് എടുത്ത് തന്നാൽ നമുക്ക് അല്ലേ, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ളൊരു റെൻ്റ് വീട് എടുത്ത് തന്നാൽ ഇത്ര രൂപ നിനക്ക് എന്ത് തരാം? മനസ്സിലായോ? ഇത്തരത്തിലുള്ളൊരു ജീവിതമായിട്ട് മാറിയില്ലേ നമ്മുടെ ക്രൈസ്തവ ജീവിതം? അത് വേണ്ടെന്നല്ല പറയണം. നമുക്കിവിടെ ജീവിക്കാനായിട്ട് നമുക്ക് ബാഹ്യമായ കുറച്ച് സാമ്പത്തികം വേണം, ഇതെല്ലാം വേണം.
വീട് വേണം, ഇതൊക്കെ വേണം. പക്ഷേ അത് മാത്രമായി ചോദിച്ചു മേടിക്കലായി പോയില്ലേ നമ്മുടെ ക്രൈസ്തവരായ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് എതിര് പറയാൻ പറ്റുമോ? ആത്മാർത്ഥമായിട്ട് പറയണം. അത് മാത്രമായി പോയില്ലേ? മനസ്സിലായോ? അപ്പം അത് മാത്രമായി പോകാതെ അങ്ങനെ വേറൊരു രീതിയിലേക്ക് നമ്മൾ വളരണമെന്നും കൂടിയിട്ടാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. അപ്പം ഇപ്പം എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഏത് രഹസ്യത്തിലാണ് നിൽക്കണേ? പരസ്യ ജീവിതം അല്ല, പരസ്യ ജീവിതം കഴിഞ്ഞ് ഇപ്പോൾ ഒരുക്ക ശുശ്രൂഷയിലാണ് വന്നേക്കുന്നത്. അപ്പം മൂന്നാമത്തെ ശുശ്രൂഷയാണ് സീറോ മലബാറിയത്തിൽ ഒരുക്ക ശുശ്രൂഷ. അത് ലത്തീൻ ആരാധനക്രമത്തിലാകുമ്പോൾ സ്തോത്രയാഗ കർമ്മം എന്ന് പറയും. ഇപ്പോൾ രണ്ടായാലും അത് ഒരു കാര്യം തന്നെയാണ് അവിടെ പരികർമ്മം ചെയ്യപ്പെടുന്നത്, ആരാധകർമ്മം സംഭവിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആണ് സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്കുള്ള. അപ്പോൾ ഓരോ ശുശ്രൂഷകളും അടുത്ത ശുശ്രൂഷയിലേക്കും, ഓരോ ശുശ്രൂഷയും ഓരോ രഹസ്യത്തിലേക്കും നമ്മളെ എന്ത് ചെയ്യുന്നു? ഒരുക്കണേണ്. മനസ്സിലായോ? ഓരോ ശുശ്രൂഷ ഇപ്പോൾ അവൻ്റെ മനുഷ്യാവതാരം, അപ്പോൾ അത് എന്തിലേക്കുള്ള ഒരുക്കമാണ് നമ്മളെ? അത് ആമുഖ ശുശ്രൂഷയെന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആമുഖ ശുശ്രൂഷയിൽ മനുഷ്യാവതാരം എന്ന രഹസ്യം അനാവരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ രഹസ്യം അല്ലേ, ആ ശുശ്രൂഷയെന്ന ആ രഹസ്യം വന്നിട്ട് നമ്മളെന്തിലേക്ക്? അവൻ്റെ ജ്ഞാനസ്നാനം എന്ന രഹസ്യത്തിലേക്ക് നമ്മളെ ഒരുക്കുന്നു. പിന്നെ അവൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആ ക്രമമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിന് മനസ്സിലായോ? അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഒരു ബലിയർപ്പണം കാണാൻ പോകണതാകാതെ അനുഭവവേദ്യമായി പോകുന്നത്. മനസ്സിലായി? അങ്ങനെ അനുഭവിക്കാതെ ഒരാൾക്ക് മറ്റൊരാളോട് യേശുവിൻ്റെ ബലിയെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ എഴുതി തരേണ്ട കാര്യമൊന്നുമില്ല, സത്യമാണത്. അത് അനുഭവിച്ചവർക്കറിയാം. നമ്മിത് പഠിച്ചിട്ട് പറയാൻ പോയാൽ പറ്റണ കാര്യമല്ല. സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ലത്തീൻ ആരാധനക്രമത്തിൽ സീറോ മലബാറിയത്തിലുണ്ട് ആമുഖഗീതി. ഈ ആമുഖഗീതി അപ്പോൾ ഇവിടെ ഞാൻ പല ആൾക്കാരോടും ഞാനിങ്ങനെ ചാപ്പലിൽ വെച്ച് കാണാം, പള്ളിയിലൊക്കെ വെച്ച് കാണുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കേ, ചേട്ടാ, ചേച്ചി, അല്ലെങ്കിൽ മോളെ, ഞാൻ കുർബാനനെ കുറിച്ച് 2 വാക്ക് പറയട്ടെ. ഈ പെൺകുട്ടികളോടൊക്കെ ചോദിക്കും ഞാൻ. അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പറയണമെന്ന് തോന്നിയിട്ടേ, അപ്പോൾ പറയട്ടെ, 2 വാക്ക് പറയട്ടെ. അപ്പോൾ ഒരാൾ പറഞ്ഞാണ്, അങ്ങനെ പല കഥകളുണ്ട്. അപ്പോൾ ഞാൻ ഒരാളുടെ കാര്യം മാത്രം പറയാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അതെ, ഞാൻ ഇത്ര നാളായിട്ടും, അതായത് പുള്ളിക്ക് ഒരു 65 വയസ്സുണ്ട്. അപ്പോൾ ഇത്ര നാളായിട്ട് പുള്ളി ബലിയർപ്പണം, അല്ലെങ്കിൽ ഒരു 20 വയസ്സ് വെച്ച് കൂട്ടിക്കോ, 20 വയസ്സ് തൊട്ട് ഇപ്പോൾ ഇത്ര 65 വയസ്സ് വരെയുള്ള കാലഘട്ടം കൂട്ടിയാൽ പുള്ളി അത്ര നാളായിട്ട് ഈ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ചോദിക്കണം, പിന്നെ ഇതിൽ കൂടുതൽ എന്താണ് താൻ പറയാൻ പോണത്? ഞാനിത് എല്ലാ ദിവസവും കാണുന്നതല്ലേ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയണേ? അപ്പം നമുക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കിടക്കണം. നമ്മൾക്കെല്ലാം അറിയാം. അപ്പം ഞാൻ ചോദിച്ചു, ശരി ചേട്ടാ, അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കങ്ങാട് വിഷമവും വരാണ്. എന്താണ് കുർബാനയെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ, ഇന്നൊരു കാര്യം ചോദിച്ചോട്ടെ, ആമുഖഗീതി എന്ന് പറഞ്ഞ പ്രാർത്ഥന എവിടെയാണ്? എന്താണ് ആ പ്രാർത്ഥന? എവിടെയാണത് പ്രാർത്ഥിക്കുന്നത്? ചേട്ടൻ ഇത്രയും വർഷമായിട്ട് ബലി അർപ്പിക്കണല്ലേ? ആമുഖഗീതി അത് ആദ്യമുള്ള പാട്ടല്ലേ? അപ്പോൾ ആമുഖഗീതി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോണേണ്. എന്താണ് ആമുഖഗീതി എന്ന് നിങ്ങളുടെ അറിവ്? നിങ്ങളുടെ അറിവിൽ എങ്ങനെയാണ് ആമുഖഗീതി? ചില ആൾക്കാർക്ക് കൂട്ടത്തിൽ അറിയാം. ഇപ്പോൾ റോസലിൻ ചേച്ചിക്കൊക്കെ അറിയാം, ലൈല ചേച്ചിക്കൊക്കെ അറിയാൻ പറ്റും. റോസലിൻ ചേച്ചിക്കും ചിലപ്പോൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക്. പക്ഷേ ഞാൻ മറ്റുള്ളവരോട് ചോദിക്കണം, ബിനോയ് ചേട്ടനും ഷിബാമക്കൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അറിവിൽ ആമുഖഗീതി എന്താണ്? അതെവിടെയാണ് പ്രാർത്ഥിക്കണം? എന്താണ് എവിടെയാണ് പ്രാർത്ഥിക്കണം? ആരാധനക്രമത്തിൽ അതെവിടെയാണ് പ്രാർത്ഥിക്കുന്നത്? അതെന്താണ്? ചോദ്യമാണ്. നമ്മളിത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ലത്തീൻ ആരാധനക്രമത്തിൽ പുരോഹിതൻ ഉപയോഗിക്കുന്ന റോമൻ മിസലി. ഇതിനെ തക്സയെന്ന് പറയില്ല. ഉണ്ടോ? ഇത് നിങ്ങളുടെ പുതുക്കിയ തക്സയാണ്. ഉണ്ടോ? സീറോ മലബാറിയത്തിൻ്റെ ഇത് റാസാക്രമമാണ് പുതുക്കിയത്. ഇത് എന്തെന്നാണ്? ഇത് വിശ്വാസികൾ ഉപയോഗിക്കുന്ന സീറോ മലങ്കരയുടെ വിശ്വാസികൾ ഉപയോഗിക്കുന്ന പുസ്തകം. ഇതും ജീവനുള്ള ബലി. ഇതതിൻ്റെ തക്സയാണ്. ഉണ്ടോ? ഇതിന് തുറക്കണത് എതിരാണ് വരിക, തുറക്കുക. മനസ്സിലായോ? അത് കണ്ടോ? വലതുവശത്തു നിന്നാണ് തുറക്കണത്. മനസ്സിലായോ? ഉണ്ടോ? സോറി, ഉണ്ടോ? ഇങ്ങനെയാണ് തുറക്കുക. അപ്പോൾ നേരെ അത് സെമറ്റിക് ഭാഷയിൽ
അതങ്ങനെയാണ്, പാരമ്പര്യത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതാണ്, എന്തെന്നാണ്, ഇതിൽ 510 ഒരു 50ഓളം ആമുഖ ഗീതികൾ ലത്തീനാരാധന ക്രമത്തിലുണ്ട്. 50ഓളം ആമുഖ ഗീതികൾ. അപ്പോൾ അതിൽ 510 പേജ് നമ്പറിൽ നിങ്ങൾക്ക് ഇത് കണ്ടോ, ഇതിലിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് കണ്ടോ. ഇപ്പോൾ ഈ 510 പേജ് നമ്പറാണ്. അപ്പോൾ അതിൽ ഞാൻ വായിക്കട്ടെ. ഇതൊന്ന് നിങ്ങളാരെങ്കിലും മോളിങ് വന്ന് നീ ഒന്ന് വായിച്ച് ഇതൊന്ന് വായിക്കുക. ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അത് ഈ 510 ഇത് അവിടെ കൊണ്ട് വായിച്ചോ, അവിടെ നിന്നിട്ടൊന്ന് വായിച്ചോ അത്. അപ്പോൾ അത് വായിക്കണേക്ക് മുമ്പ് ഒരു കാര്യം പറയട്ടെ. അപ്പോൾ എന്താണ് ആമുഖ ഗീതി എന്നുള്ളത് ഇപ്പോൾ പറയാൻ പോണേണ്. അതായത് അതിനു കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ, അല്ലേ? പ്രാർത്ഥനാ ഭാഗങ്ങളൊക്കെ വരുന്നില്ലേ ലത്തീൻ ആരാധനക്രമത്തിലെ കാര്യമാണ് ഇത്. നിങ്ങളുടെ രീതിയിലും അതങ്ങനെ തന്നെയാണ് സീറോ മലബാർ. എന്നിട്ട് പിന്നെ ആമുഖ ഗീതി എന്താണ്, അത് കഴിഞ്ഞിട്ട് ഒന്ന് പൊക്കത്തുനിന്ന് വായിച്ചേ, പൊക്കത്തുനിന്ന് ഇത്തിരി കൂടി പൊക്കത്തുനിന്ന് വായിച്ചേ, അല്ല അതിൻ്റെ അടിയിൽ നിന്ന് അവിടെ തൊട്ട് വായിച്ചേ. കണ്ടോ. അപ്പോൾ ഈ പ്രാർത്ഥന വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്തിലേക്കാണ് പോണത്, ആമുഖ ഗീതിയിലേക്ക് പോകണം. ഈ ആമുഖ ഗീതിയുടെ സമാപനം എവിടെയാണ് പിന്നെ മറ്റേ ശുശ്രൂഷയിലേക്ക് സ്തോത്രയാഗ കർമ്മം, അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ വരുമ്പോൾ സീറോ മലബാർ രീതിയിൽ വരുമ്പോൾ അനാഫ്ര എന്ന ആ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ കിടക്കണേന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത് പിന്നെ വായിച്ചോ, ശ്രദ്ധിക്കണം കേട്ടോ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തന്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. അതായത് ഇപ്പോൾ അവിടെ വായിച്ചത് നിങ്ങൾക്ക് ആ ആമുഖ ഗീതി വല്ലതും പെട്ടെന്ന് മനസ്സിലായി കാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ അതിനെ ഞാനിപ്പോൾ പറയാൻ പോണേണ്. അതായത് കർത്താവെ, നിന്റെ മനുഷ്യാവതാരത്തിലൂടെ നീ ഞങ്ങളെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയും. കണ്ടോ, കർത്താവെ, നിന്റെ മനുഷ്യാവതാരത്തിലൂടെ നീ ഞങ്ങളെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയും. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നിന്റെ പീഡാനുഭവത്തിലൂടെ നീ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും. മൂന്നാമത്തെ കാര്യം, നിന്റെ ഉദ്ധാനത്തിലൂടെ നീ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും. ഈ അർത്ഥത്തിലാണ് മാർത്തോമാ ശ്ലീഹയിൽ ആ പൂമുട്ടുകൾ എന്നൊക്കെ പറഞ്ഞത്. നിന്റെ ഉദ്ധാനത്തിലൂടെ നീ ഞങ്ങൾക്ക് പുതുജീവൻ, പുതുജീവന്റെ പ്രതീകമാണെന്ന് പറഞ്ഞാൽ പൂമുട്ട്, പുതുജീവൻ നൽകുകയും നിന്റെ സ്വർഗാരോഹണത്തിലൂടെ നീ ഞങ്ങൾക്കായി സ്വർഗം തുറന്നു തരികയും ചെയ്തു. ആയതിനാൽ എല്ലാ മാലാഖമാരോടും സർവ്വവിശുദ്ധരോടൊത്തും ഞങ്ങളും ആലപിക്കുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ ഹോസാന. മനസ്സിലായോ? ഇതാണ് ആമുഖ ഗീതി. നിങ്ങൾക്കറിയായിരുന്നോ? ഇതാണ് ആമുഖ ഗീതി. മനസ്സിലായോ? ആർക്കും ഒരു സന്തോഷമില്ലാത്തെന്താ? ഇതാണ് ആമുഖ ഗീതിന്ന്. മനസ്സിലായോ? എനിക്കൊക്കെ ലോട്ടറി അടിച്ച പോലെയായിരുന്നു ഇതൊക്കെ അങ്ങനെ അറിഞ്ഞപ്പോൾ. മനസ്സിലായോ? ലോട്ടറിയൊക്കെ അടിക്കണേലും വലിയ ലോട്ടറി ആയിരുന്നു. അതിനൊക്കെ തുള്ളിച്ചാടിയിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്കറിയോ, ഇതൊക്കെ ഞാൻ ലോൺ അടക്കാൻ വെച്ച പൈസ. ഇത് ഈ ആ കൊച്ചിൻ്റെ കയ്യിലിരിക്കണ ആ ലിറ്റർജി പുസ്തകമാണ്. ആ പുസ്തകം മേടിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഈ പണി ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. കാരണം ലോൺ അടക്കാൻ വെച്ച പൈസയിൽ നിന്ന് 1500 എടുത്തിട്ടാണ് അത് മേടിച്ചത് 2018. അതന്ന് 1500 രൂപയാണ്.
ലോൺ എന്നിട്ട് ഞാൻ കടം മേടിച്ച് ലോൺ അടച്ച്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ പണി, അതായത് അത് മേടിച്ചതിലല്ല അവർക്ക് പ്രശ്നം, അത് ആ ലോൺ അടക്കാൻ വെച്ച പൈസ എടുത്ത് മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഈ ലോൺ അടക്കാൻ വെച്ച കഥയൊക്കെ ഞാൻ പറയണത് അത് എങ്ങനെ മേടിച്ചു എന്ന് ഞാൻ പറയാം. സംഭവം 1500 രൂപയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് വലിയ എമൗണ്ട് തന്നെയാണത്. കാരണം ഞാനൊരു ജോലിക്കും പോകണില്ല, ഞാൻ ദാരിദ്ര്യം പറയണതും അല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇനിയും ലക്ഷക്കണക്കിന് പുസ്തകം മേടിക്കാനുണ്ട്, അത് മേടിക്കും ഇനിയും. ഞാൻ മനസ്സിലായി. ആ കാരണം എൻ്റെ ആവശ്യമാണ്, എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ്, മനസ്സിലായ, അതുകൊണ്ട് ഞാൻ മേടിക്കും. അത് എനിക്കറിയില്ല, കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വിസ്തൃതമായി പോണേണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ പേഴ്സണലി കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേണ്. അപ്പോൾ ഇത് വേറെ രീതിയിൽ ഇങ്ങനെ പോണേണ് അല്ലേ, അങ്ങനെ പോണതായി. അപ്പോൾ മനസ്സിലായി ആമുഖഗീതി എവിടെയാണെന്നുള്ളത്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഈ സ്തോത്രയാഗ അല്ലെ അനാഫ്ര. ഈ അനാഫ്രയിൽ വരുമ്പോഴാണ് മറ്റൊരു കാര്യം. ഇനി വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചോ, കാരണം അത് ഒറ്റ കൈക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഈ കൈ കിടക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടുകിടപ്പ് എടുക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ പോലീസുകാർ കെട്ടി തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ഗരുഡം തൂക്കും ഇങ്ങനെ കെട്ടി തൂക്കിയിടും. ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ട് നിങ്ങളുടെ ഇപ്പം നിങ്ങളുടെയൊക്കെ പ്രദേശത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കപ്പിയിൽ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരില്ലേ, അങ്ങനെ ഒരു കപ്പി പോലെ അവരുണ്ടാക്കും. അത് കുറ്റവാളികളെ ഇങ്ങനെ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചെയ്യാത്തൊരു തെറ്റിന് വേറെ ആരും ചെയ്ത കാര്യത്തിന് എന്നെ കെട്ടി തൂക്കിയിട്ടിട്ട് എന്നെയും കൂട്ടുകാരനെയും കൂടി നമുക്കിപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് കട്ടുകിഴപ്പിങ്ങാണ്ട് എടുക്കും ചില സമയം, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ പറയാനിരിക്കുമ്പോൾ. അതാണ് ആ ഇത് ധൂപക്കുറ്റി പിടിച്ചപ്പോൾ എൻ്റെ കൈ അങ്ങാട് വീണ് പോയി. ഞാനത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇങ്ങനെ ഇരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വേദന വരണേന്ന്. ഞാനിപ്പോൾ എന്താ പറയാൻ വന്നത്, ആമുഖഗീതി കഴിഞ്ഞിട്ട് സ്തോത്രയാഗ അതായത് അനാഫ്ര എന്ന ആ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ സത്താഭേദം, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സത്താഭേദം നമ്മൾ ഇത് തോമസ് പോൾ എന്ന് പറഞ്ഞ ആ മനുഷ്യനിലൂടെയാണ് ഉരുത്തിരിഞ്ഞ് വന്നത്. ഈ ഒരു വലിയൊരു അല്ലെങ്കിൽ ദൈവശാസ്ത്രം ആണ്. പക്ഷേ അത് അങ്ങനെ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ തീരുമാനിക്കുക. അത് കേട്ട് കഴിയുമ്പോൾ ഇത് എത്ര പേര് ഇത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഇത് സഭ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അവിടെ സത്താഭേദം നടക്കുന്നു. അതായത് അപ്പവും വീഞ്ഞും എന്തായി മാറുന്നു? യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറും. അപ്പം ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? എത്രത്തോളം നമ്മൾ പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന, ഞാൻ വിശ്വസിക്കുന്നു അല്ലേ, വിശ്വാസപ്രമാണം ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എത്രത്തോളം നമ്മൾ വിശ്വസിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൈവച്ച് നമ്മളോട് തന്നെ നമ്മളൊന്ന് ചോദിച്ചു നോക്കി, എത്രത്തോളം യേശുവിൻ്റെ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നു എന്നത് ഞാൻ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്, എത്രത്തോളം, അതിനെത്ര മാർക്കിടാം? മനസ്സിലായി? എന്നിട്ട് അത് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക? നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റണതാണോ അത്? അപ്പം അതിനെ ഒരു ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റണ ഒരു ചെറിയൊരു ട്രിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ സുവിശേഷ ഭാഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കണ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ അല്ലേ, 2-ാം അധ്യായം മുഴുവൻ എന്താ പറഞ്ഞത്? കാനായിലെ കല്യാണം. അപ്പോൾ ആ കാനായിലെ കല്യാണത്തിൽ മാതാവ് എന്ത് പറഞ്ഞു? അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളതെല്ലാം മിക്കപ്പോഴും കേട്ടേക്കണം, നമ്മൾ ചെയ്യണം. മാതാവ് മധ്യസ്ഥം വഹിച്ചു അല്ലേ, പ്രാർത്ഥിച്ചു, അപ്പോൾ അവിടുത്തെ കുറവ് പരിഹരിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ അല്ലേ എന്നല്ല, അങ്ങനെയാണല്ലോ പറഞ്ഞേക്കണേ. ഒക്കെ ശരി തന്നെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ വേറൊരു ദൈവശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സുവിശേഷ ഭാഗത്തിൻ്റെ യഥാർത്ഥ ആത്മീയ രഹസ്യം അന്തസത്ത അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഈശോൻ്റെ അടുത്ത് മാതാവ് അല്ലെങ്കിൽ അമ്മ പറയാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതായത് യേശു വന്നിരിക്കുന്നത് എന്തിനാ? യേശു വന്നിരിക്കുന്നത് നമ്മളെ വിശുദ്ധീകരിച്ച് അല്ലേ, നമ്മളെ പുനരുദ്ധരിച്ച് പുതിയ സൃഷ്ടികളാക്കി പിതാവിന് സമർപ്പിക്കണം. അതാണ് രക്ഷകൻ്റെ മിഷൻ. അതോടുകൂടി പൂർത്തിയാവും. അപ്പോൾ ആ മിഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവൻ്റെ 2-ാം വരവിലൂടെയാണ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുക. ഇപ്പം അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ, അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ അവരെ പുതിയ സൃഷ്ടികളാക്കണം എന്ന് അവരുടെ സത്ത മാറ്റി അവരെ പുതിയ സൃഷ്ടികളാക്കണമെന്ന ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ് മാതാവ്
ഈശോയും കൂടി ഇവിടെ സംസാര വിഷയം, അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഈശോ പറയണത് എന്താണ്? അത് നീ ഇപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റണതല്ല, അത് എൻ്റെ രണ്ടാം വരവിലൂടെ അല്ലേ ചെയ്യാൻ പറ്റുക, അതിൻ്റെ പരിപൂർത്തിയിലേക്ക് പോകണേ. ഇപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റണേ? അപ്പം മാതാവ് പറയണതാണ് അത് നിനക്ക് ചെയ്യാൻ പറ്റും, കാരണം നീ എനിക്ക് തന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്. കാരണം മാതാവ് അമലോത്ഭവയാകാൻ കാരണം എങ്ങനെയാ? അമലോത്ഭവം, ഉത്ഭവപാപം. അമലോത്ഭവത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്ഭവപാപം ഇല്ലാത്തവൾ. അങ്ങനെ ഉത്ഭവഭാവം ഇല്ലാത്തവളായി മാറി. അത് CCCയിൽ പറയുന്നുണ്ട്. 484 മുതൽ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ 70 ഭാഗത്തൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അതെടുക്കുന്നില്ല, എന്നാലും അതിൻ്റെ സാരാംശം ഞാൻ പറയാം. അതായത് യേശു ക്രിസ്തു അനുഭവിച്ച പെസഹ രഹസ്യം, പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം, അത് അനുഭവിച്ച് കഴിഞ്ഞതിൻ്റെ ഫലങ്ങളുണ്ടല്ലോ, ആ ഫലങ്ങളും കൃപകളും. ആ അനുഭവിച്ച് കഴിഞ്ഞതിൻ്റെ ഫലം അവൻ അനുഭവിക്കുന്നതിന് മുൻപേ അവൻ എന്ത് ചെയ്യാൻ പറ്റും? ആ ഫലങ്ങൾ അവൻ അനുഭവിക്കുന്നതിന് മുൻപേ ആ ഫലങ്ങൾ അവൻ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് മാതാവ് അമലോത്ഭവയായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവൻ രണ്ടാം വരവിലൂടെ യേശു ക്രിസ്തുവിന് പുതിയ സൃഷ്ടികളെ സൃഷ്ടപ്രപഞ്ചത്തെ തന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണതിൻ്റെ ഒരു മുൻ അനുഭവം, മുൻ ആസ്വാദനം, മനസ്സിലായോ? ഒരു മുൻ ആസ്വാദനം ഈ കാനായിലെ കല്യാണ വിരുന്നിൽ അവൻ കാണിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്. എന്താണ്? ഞാൻ എൻ്റെ രണ്ടാമത്തെ വരവിലൂടെ, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ വരവിലൂടെ ഞാൻ ചെയ്യാൻ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ പുതിയ സൃഷ്ടികളാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പുതിയ സൃഷ്ടിയാക്കുക എന്നതിൻ്റെ, അതായത് പുതിയ സൃഷ്ടിയാകുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പുതിയ സൃഷ്ടിയായെന്നൊരു വാക്കിലൂടെ പറഞ്ഞു. എങ്ങനെയാണ് ഈ പുതിയ സൃഷ്ടി ആവണത്? എങ്ങനെയാവും ഈ പുതിയ സൃഷ്ടി? മനസ്സിലായോ? അപ്പോൾ അത് സത്താഭേദം. അതിൻ്റെ കുറേ ഈ CCCയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം അത് ഞാനെടുത്ത് വായിക്കണില്ല, അത് വായിച്ചാൽ നമ്മുടെ തല കടന്ന് പോകുകയും. കാരണം അഗസ്തീനോസ് പുണ്യാളൻ്റെയും കാര്യങ്ങളൊക്കെ കുറേ സഭാപിതാക്കന്മാരുടെ കോട്ടുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്? അപ്പം അത് സത്താഭേദം വന്നിട്ട് അത് യേശുവിൻ്റെ തിരുശരീരമായി മാറുന്നു. ഒരു വസ്തു, ആ വസ്തു, ഈ അപ്പം എന്ന് പറഞ്ഞത് യേശുവിൻ്റെ ശരീരമാണ്? അല്ലല്ലോ. അത് അപ്പമല്ലേ? മനസ്സിലായോ? ആ അപ്പം എങ്ങനെ പിന്നെ യേശുവിൻ്റെ ശരീരമാകുന്നു? അതിനെയാണ്. അപ്പോൾ ഒരു വസ്തു അതിന് രൂപാന്തരീകരണം സംഭവിപ്പിക്കുന്നു. ആര്? പരിശുദ്ധാത്മാവ്. അപ്പം അങ്ങനെ സംഭവിപ്പിച്ചുകൊണ്ടാണ് ഈ പുതിയ സൃഷ്ടി. ഈ പുതിയ സൃഷ്ടി എന്ന് നമ്മൾ ഒറ്റവാക്കി പറയുമ്പോൾ അത് എത്രത്തോളം അതിൻ്റെ ആന്തരികമായ ഒരു വലിയൊരു അർത്ഥതലം അതിൽ കുടികൊള്ളുന്നുണ്ടെന്ന് പറയണതാണ്. മനസ്സിലായോ? അത് വാക്കുകൾ കൊണ്ട് നമുക്കൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റണതല്ല. എന്നിരുന്നാലും നമുക്ക് ഒരു 1300 കർത്താവ് ഇപ്പോൾ ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ്. അത് വായിക്കാനാണ് പറയണത്. അത് വായിക്കാൻ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഓർത്ത് ഞാനത് പിന്നോട്ട് പോവാണ്. പക്ഷേ കർത്താവ് നമ്മളോട് പറയണത് അത് വായിക്കുന്ന പറയണം, അത് വായിക്കാനാണ് പറയുന്നത്. അപ്പോൾ 1375 മുതൽ CCC 1375 മുതലൊന്ന് വായിക്കാം കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്ന് നിർബന്ധമില്ല, പക്ഷെ എന്നാലും ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നതിലൂടെയാണ് ക്രിസ്തു ഈ കൂദാശയിൽ സന്നിഹിതനായിരിക്കുന്നത്. കണ്ടോ? ക്രിസ്തു സന്നിഹിതമാക്കപ്പെടുക എന്ന് പറഞ്ഞില്ലേ നമ്മൾ? അപ്പോൾ എങ്ങനെയാണ് യേശു സന്നിഹിതമായിരിക്കുന്നത്? അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നതിലൂടെയാണ് ക്രിസ്തു ഈ കൂദാശയിൽ സന്നിഹിതനായിരിക്കുന്നത്. ഈ മാറ്റത്തിന് ഹേതുവായ, അതായത് കാരണമായ ക്രിസ്തുവിൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനും, കണ്ടോ? യേശുവിൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കർത്താവെ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ബലിവസ്തുക്കളെ പവിത്രീകരിക്കണമേ എന്നുള്ളത് എന്തെന്നാണ്? വചനം. മനസ്സിലായോ? എന്തെന്നാണ്? വചനം. അപ്പോൾ എന്താണ് പ്രവർത്തനം? പിന്നെ അവിടെ പ്രവർത്തനം പറഞ്ഞത് എന്താ? പരിശുദ്ധ. ഞാൻ പറഞ്ഞ മനസ്സിലായോ?
അതായത് ശ്രദ്ധിച്ചോ, അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നതിലൂടെയാണ് ക്രിസ്തു ഈ കൂദാശയിൽ സന്നിഹിതനായിരിക്കുന്നത്. എന്നിട്ട് പറയണം ഈ മാറ്റത്തിന്, അതായത് ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്ന ആ മാറ്റത്തിന് കാരണം ഹേതുവായ, അത് കാരണമാകുന്നത് ക്രിസ്തുവിൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനുമുള്ള ഫലദായകത്വം കണ്ടോ. അപ്പോൾ ആ ഫലദായകത്വത്തിൽ സഭയ്ക്കുള്ള വിശ്വാസം കണ്ടോ, സഭ അത് വിശ്വസിക്കണം. ആ വിശ്വാസത്തെയാണ് നമ്മൾ ഏറ്റുപറയണ വിശ്വാസ പ്രമാണം. മനസ്സിലായി? ആ ഫലദായകത്തിൽ സഭയ്ക്കുള്ള വിശ്വാസത്തെ സഭാപിതാക്കന്മാർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വിശുദ്ധ യോഹന്നാൻ ക്രിസോസ്റ്റം അല്ലേ, ജോൺ ക്രിസോസ്റ്റോമോസ് ഇങ്ങനെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയൊരു സഭാപിതാവിൻ്റെ കോട്ട് എഴുതിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇത്തിരി തല പുകയോട്ടോ. പക്ഷെ വളരെ സിമ്പിളാണ്, പക്ഷേ എന്നാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്ന് ഇത് കേട്ടു. ഇതാരാണ് ഇപ്പോൾ പറഞ്ഞത്? വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമോസ് പറഞ്ഞ വാക്കുകളാണ്. അർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരാൻ അല്ലെങ്കിൽ മാറാൻ മനുഷ്യനല്ല, നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടവനായ ക്രിസ്തു തന്നെയാണ് കാരണമായി തീരുന്നത്. കണ്ടോ, മനസ്സിലായോ? എന്നിട്ട് പിന്നെ പറയാണ്, പുരോഹിതൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വാക്കുകൾ ഉച്ചരിക്കുന്നു. എന്താണ് ആ വാക്കുകൾ? അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ റൂഹാക്ഷണ പ്രാർത്ഥന. പക്ഷെ അവയുടെ ശക്തിയും അനുഗ്രഹവും ദൈവത്തിൽ നിന്നാണ്. കണ്ടോ, കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ബലിവസ്തുക്കളെ പവിത്രീകരിക്കണമേ എന്ന് പുരോഹിതൻ അത് പ്രാർത്ഥിക്കുമ്പോൾ വചനവും പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നു. അത് ദൈവത്തിൽ നിന്നാണ് അനുഗ്രഹം വരണേന്ന്. അത് ആ സത്താഭേദം മാറുന്നത്. എന്നിട്ട് പറയണം വാക്കുകൾ, പക്ഷെ അവയുടെ ശക്തി അനുഗ്രഹം ദൈവത്തിന്. ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. പുരോഹിതം, ഇതെൻ്റെ ശരീരമാകുന്നത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്നൊക്കെ. ഈ വാക്ക് ഈ വാക്ക് സമർപ്പിക്കപ്പെട്ട വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തുന്നു. ഈ വാക്ക് സമർപ്പിക്കപ്പെട്ട വസ്തു എന്താ, അല്ലെങ്കിൽ വസ്തുക്കൾ എന്താ? അപ്പവും വീഞ്ഞും. അപ്പോൾ ആ അപ്പവും വീഞ്ഞിനെയും ഈ വാക്കുകൾ ഇതെൻ്റെ ശരീരമായി മാറുന്നു എന്ന് പറയുന്ന ആ വചനം എന്ത് സംഭവിക്കുന്നു? ആ വചനം പുരോഹിതൻ പറയുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? ഇത് സമർപ്പിക്കപ്പെട്ട വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തുന്നു. ഇത് പെട്ടെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കാം. ഇനി ഈ മാറ്റത്തെക്കുറിച്ച് വിശുദ്ധ അംബ്രോസ് പിതാവ് പറയാണ്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് എഴുതി വച്ചിരിക്കുകയാണ്. ഈ പ്രകൃതിയിൽ രൂപപ്പെട്ടതല്ല, പിന്നെയോ ആശീർവാദത്താൽ പവിത്രീകരിക്കപ്പെട്ടതാണ്. അതായത് ഈ പ്രകൃതിയാൽ രൂപപ്പെട്ടതല്ല, പിന്നെയോ ആശീർവാദത്താൽ പവിത്രീകരിക്കപ്പെട്ടതാണ്. ആശീർവാദത്തിൻ്റെ ശക്തി പ്രകൃതിയുടെ ശക്തിയുടെ മേൽ പ്രബലപ്പെടുന്നു. ആശീർവാദത്തിൻ്റെ ശക്തി പ്രകൃതിയുടെ ശക്തി. മനസ്സിലായോ? നമുക്കെന്ത് മനസ്സിലായി? ആശീർവാദത്തിൻ്റെ ശക്തി പ്രകൃതിയുടെ ശക്തിയുടെ മേൽ പ്രബലപ്പെടുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ CCC പഠിക്കണ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് വല്ലതും മനസ്സിലായോ? ഇപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, കണ്ണ CCC വായിച്ചിട്ടെ തല കറങ്ങിയിട്ട് പാടില്ല, ഞാൻ നേരെ ഷെൽഫിലെടുത്ത് വെച്ചിട്ടുണ്ട്, എന്നെ കൊണ്ടുപോയായിരുന്നു മാറ്റി. പക്ഷെ ഇപ്പം കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ അവരിതൊക്കെ കേട്ടങ്ങനെ മനസ്സിലായി. അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ആശീർവാദത്തിൻ്റെ ശക്തി പ്രകൃതിയുടെ ശക്തിയുടെ മേൽ പ്രബലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ ആശീർവാദം നമ്മളിപ്പോൾ പല പ്രാവശ്യം പറഞ്ഞു. എന്താണ് ആശീർവാദം? കർത്താവെ നിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഈ ബലിവസ്തുക്കളെ പവിത്രീകരിക്കണം, ഇതാണ് ആശീർവാദം. അപ്പോൾ ആശീർവാദത്തിലൂടെ പ്രകൃതി ശക്തിയുടെ എന്താണ് ഈ ശക്തി പ്രകൃതിയുടെ ശക്തിയുടെ മേൽ. അതായത് ഈ പ്രകൃതി എന്താണ്? ഈ ഇരിക്കുന്ന അപ്പവും വീഞ്ഞും ആകുന്ന, അതാണ് അതിൻ്റെ ഒരു പ്രകൃതി. മനസ്സിലായോ? ആ പ്രകൃതിയെ ഇനി മാറ്റാൻ നമുക്കാർക്കെങ്കിലും പറ്റുമോ? ഒരു സത്ത, അതിൻ്റെ ആ സത്ത മാറ്റി മറ്റൊരു വസ്തുവാവുക എന്ന് പറഞ്ഞത് അത് ഭൂമിയിൽ ശാസ്ത്രത്തിന് പറ്റുന്നതാണോ? അല്ല. മനസ്സിലായോ? അതായത് കാനായിലെ കല്യാണ വീട്ടിൽ നടന്നത് വെള്ളം വീഞ്ഞാക്കുകയാണ് ചെയ്തത്. അപ്പോൾ വെള്ളത്തിൻ്റെ തന്മാത്ര എന്താണ്? വെള്ളത്തിൻ്റെ തന്മാത്ര എന്താ? വെള്ളത്തിൻ്റെ തന്മാത്ര വീഞ്ഞിൻ്റെയോ? അപ്പം അതിൻ്റെ തന്മാത്ര പറ. ആൽക്കഹോള്.
അത് കറക്റ്റാണ്. പക്ഷെ അതിന് മറ്റൊരു പേര് ഇപ്പം ഞാനും മറന്നുപോയി, ഞാൻ ആലോചിച്ചെടുക്കുകയാണ്. പറഞ്ഞു എന്താണ്? CH3 CH2OH ഉണ്ടോ? CH3 CH2OH. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ വെള്ളമാകുന്ന തന്മാത്ര ഹൈഡ്രജനും ഓക്സിജനും H2O, അതിൽ നിന്ന് ഈ പറഞ്ഞ CH3 CH2OH ഉണ്ടാക്കാൻ പറ്റുമോ? ഭൂമിയിൽ പറ്റുമോ? പറ്റില്ല എന്ന് സയൻസ് പഠിച്ചു. ഞാൻ 8ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ ആളാണ്, എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നുണ്ട്, പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഭാഗമൊന്നും എനിക്കറിയില്ല, പഠിക്കാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ത്, അങ്ങനെ പറ്റില്ല. അത് പഠിച്ചത് കൊണ്ട് വിശ്വസിക്കണമല്ല, വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ഉള്ള വിശ്വാസമല്ല. എനിക്ക് സയൻസും എനിക്ക് കണക്കിനൊക്കെ 1 മാർക്കാണ്. അപ്പോൾ എൻ്റെ അച്ഛമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ പഠിപ്പ് നല്ല അടിപൊളിയാണ്, നീ പഠിക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് അമ്മ ഭയങ്കര പഠിപ്പാണ്. അപ്പോൾ പറഞ്ഞു വിടണമായിരുന്നു അതന്നെ. അതെനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീടാണ് നിൻ്റെ ആവശ്യം ഞങ്ങൾക്കിനി ഇവിടെ ഇല്ല, എന്നെപ്പോലത്തെ ഒരു വിദ്യാർത്ഥിയുടെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ പഠിപ്പാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കാനായിലെ കല്യാണ വിരുന്നിൽ എന്താണ് വെള്ളം വീഞ്ഞാക്കുക എന്ന് പറഞ്ഞാൽ, അത് ആ വെള്ളം എന്ന സത്തയെ മാറ്റി മറ്റൊരു വസ്തുവിനെയാണ് ഉണ്ടാക്കണേ. മനസ്സിലായോ? അത് ഒരിക്കലും ശാസ്ത്രത്തിന് പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു മനുഷ്യർക്ക് പറ്റണ ഒരു കാര്യമാണോ അത്? അപ്പം അതാണ് എന്താണ് ഈ സത്താഭേദം. ഇതിൽ ഇതൊക്കെ പേരെഴുതി തന്നെ ഉണ്ട്. ഞാനിപ്പോൾ അതിലോട്ടൊന്നും പോയി വലിയൊരു ഇതായി പോകണോണ്ടിട്ട് ഞാൻ അങ്ങാടുന്നു. ഇപ്പം ഇത് തന്നെ വായിക്കാൻ മടിയായിരുന്നു. പക്ഷേ കർത്താവ് അത് വായിക്കുക, അത് വെറുതെ വായിക്കും, മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, അത് വായിക്കാൻ എന്നോട് കർത്താവ് പറയാണ്. അത് വായിക്കുക, അത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. മനസ്സിലായി? അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് വായിക്കണം. കണ്ടോ? അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ? CH3 CH2OH ആ തന്മാത്ര രണ്ടും ഒരു തന്മാത്രയിൽ നിന്ന് മറ്റൊരു തന്മാത്ര ഉണ്ടാക്കാൻ പറ്റില്ല, പ്രകൃതി മാറ്റാൻ പറ്റില്ല. എന്നിരിക്കുകയാണ് അങ്ങനെ ആക്കിയെടുക്കണവൻ. അതെന്താണ്? അതാണ് ദൈവത്തിനെല്ലാം സാധ്യമാണ്, മനുഷ്യർക്ക് അസാധ്യമായതല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു അങ്ങനത്തെ ഒരു സത്താഭേദം, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ പ്രകൃതിയെ, അല്ലെങ്കിൽ പുതിയ സൃഷ്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, പുതിയ സൃഷ്ടിയാവുക എന്നൊക്കെ നമ്മൾ കുറേ ധ്യാനത്തിൽ കേൾക്കുന്നുണ്ട്. ഞാനും പറഞ്ഞു ഇപ്പോൾ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. എന്താണ് ഈ പുതിയ സൃഷ്ടിയാവുക എന്ന് പറഞ്ഞത്? അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മുടെയൊക്കെ ഒരു മാനസാന്തര അനുഭവം. മനസ്സിലായി? നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു ജീവിച്ചു, ഇപ്പം എങ്ങനെയാണ് ജീവിക്കണം, അത് ഒരു പുതിയ സൃഷ്ടിയാണതിൻ്റെ ഒരു അവതരണം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പാണത്. അതിലേക്ക് കടന്നിരിക്കണം. പക്ഷേ യേശുക്രിസ്തു അവിടെ കാനായിലെ കല്യാണ വിരുന്നിൽ കാണിച്ചു കൊടുത്തത് വലിയൊരു ദൈവരാജ്യത്തിൻ്റെ വലിയൊരു രഹസ്യമാണ് വെളിപ്പെടുത്തി കൊടുക്കണം, ആവിഷ്കരിക്കണം. ദൈവരാജ്യത്തിൻ്റെ വലിയൊരു രഹസ്യത്തെ ആവിഷ്കരിക്കുകയാണ് അവനവിടെ. അവൻ എന്തിനാ വന്നേക്കണേന്ന് അവൻ പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലായോ? അർത്ഥത്തിലാണ് മാതാവ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. അപ്പോൾ ആ വെറും വീഞ്ഞ് എന്നൊക്കെ പറയണത് അവിടെ അക്ഷരാർത്ഥത്തിൽ എഴുതി നമ്മൾക്ക് അത് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്ക് അല്ലാണ്ട് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും? കണ്ടോ? ഈ പ്രകൃതിയാൽ രൂപപ്പെട്ടതല്ല, പിന്നെയോ ആശീർവാദത്താൽ പവിത്രീകരിക്കപ്പെട്ടതാണ്. ആശീർവാദത്തിൻ്റെ ശക്തി പ്രകൃതിയുടെ ശക്തിയുടെ മേൽ പ്രബലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് തന്നെയാണ് വീണ്ടും പറയണത്. അതായത് ഈ ആശീർവാദത്തിലൂടെ ഈ അപ്പവും വീഞ്ഞുമാകുന്ന ആ വസ്തു, അതിൻ്റെ സത്ത മാറി മറ്റൊരു സത്ത, അല്ലേ, മറ്റൊരു വസ്തുവിലേക്ക് അത് മാറ്റപ്പെടുന്നു, രൂപാന്തരപ്പെടുന്നു. അതാണ് ആശീർവാദത്തിൻ്റെ ശക്തി പ്രകൃതിയുടെ ശക്തിയുടെ മേൽ പ്രബലപ്പെടുന്നു എന്ന് പറഞ്ഞത്. ഇപ്പം മനസ്സിലായോ? അല്ലാണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്കെടുത്ത്, ഇപ്പം എനിക്കും ഒരു കാലഘട്ടത്തിൽ എനിക്ക് അങ്ങ് എടുത്ത് വായിച്ചപ്പോൾ മനസ്സിലായിരുന്നില്ല. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ സെക്കൻഡ് വത്തിക്കാൻ ഇതൊക്കെ പറയാം. അതിലെഴുതിയേക്കണത് വായിച്ചാൽ നമുക്ക് അങ്ങനെ അതേപാടെ വിഴുങ്ങിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലാവില്ലെന്ന് മാത്രമല്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അതെന്ത് ഇങ്ങനെ എഴുതി? ഇതിപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പോണ കണ്ടോ? ഇതിപ്പോൾ കണ്ടോ കേട്ടോ, പ്രബലപ്പെടുന്നു. ആശീർവാദത്താൽ പ്രകൃതി തന്നെ മാറ്റപ്പെടുന്നു. കണ്ടോ? ആശീർവാദത്താൽ പ്രകൃതി തന്നെ, ഇത് ശരിയല്ലേ? വിശുദ്ധ കുർബാനയിലും മാറ്റപ്പെടുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അസ്തിത്വമില്ലാതിരുന്നതിനെ ശൂന്യതയിൽ നിന്ന് ശ്രദ്ധിക്കണേ. അസ്തിത്വമില്ലാതിരുന്നതിനെ ശൂന്യതയിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ വചനത്തിന്. കണ്ടോ? ഇതിന് വല്ല നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ
അത് ഉള്ളവയിൽ നിന്ന് സൃഷ്ടിച്ചതാണോ കർത്താവ്? ഇല്ലായ്മയിൽ നിന്നല്ലേ? ഉണ്ടാകട്ടെ കേട്ടോ. അതാണ് അസ്തിത്വം ഇല്ലാതിരുന്നതിനെ ശൂന്യതയിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ വചനത്തിന് വസ്തുക്കൾ അവയുടെ പ്രകൃതി അസ്തിത്വമുള്ള ക്രിസ്തുവിൻ്റെ വചനത്തിന് അസ്തിത്വമുള്ള വസ്തുക്കളെ, ശ്രദ്ധിക്കണം, അസ്തിത്വമുള്ള വസ്തുക്കളെ അവ മുൻപ് അല്ലാതിരുന്നവയാക്കി മാറ്റാൻ കഴിവില്ലേന്ന്. ഒന്നും കൂടി ഞാൻ വായിക്കാം. അസ്തിത്വം ഇല്ലാതിരുന്നതിനെ ശൂന്യതയിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ വചനത്തിന് അസ്തിത്വമുള്ള വസ്തുക്കളെ അവ മുൻപ് അല്ലാതിരുന്നവയാക്കി മാറ്റാൻ കഴിവില്ലേ എന്ന് പറഞ്ഞാൽ ഈ അപ്പവും വീഞ്ഞിനെയും ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ അപ്പവും വീഞ്ഞും അതിന് എന്തിൻ്റെ അസ്തിത്വമില്ല? അല്ലേ? യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും അല്ലല്ലോ അത്. മനസ്സിലായോ? അപ്പം അതിനെ അല്ലേ, അസ്തിത്വം ഇല്ലാതിരുന്നതിനെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന കർത്താവിന്, അവൻ്റെ വചനത്തിന്, കർത്താവിനെന്നല്ല, ആ കർത്താവിൻ്റെ വചനത്തിന് അസ്തിത്വമുള്ള വസ്തുക്കളെ, ഇപ്പം അസ്തിത്വം ഉണ്ടോ ഇല്ലയോ? അപ്പത്തിന് വീഞ്ഞിന് അസ്തിത്വം ഉണ്ടല്ലോ, അതിൻ്റെതായ അസ്തിത്വം അതിനില്ലേ, അതിൻ്റെ പ്രകൃതിയില്ലേ? ആ അസ്തിത്വമുള്ള വസ്തുക്കളെ അവ മുൻപ് അല്ലാതിരുന്നവയാക്കി മാറ്റാൻ എന്ന് പറഞ്ഞാൽ അവ മുമ്പ് അല്ലാതിരുന്നവയായിരിക്കുന്നത് എന്തെന്നാണ്? അത് അപ്പവും വീഞ്ഞും അല്ലേ, അത് ഈശോൻ്റെ തിരുശരീരവും രക്തവും അല്ലല്ലോ. അപ്പം അവ മുൻപ് അല്ലാതിരുന്നവയാക്കി മാറ്റാൻ ഇപ്പോൾ പോവുകയാണ് ഈ ആശീർവാദത്തിലൂടെ. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവ് എന്നോട് ഇത് വായിക്കുക, ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് എൻ്റെ ബുദ്ധി ഞാൻ തീരുമാനിക്കുകയാണ്, ഡിസൈഡ് ചെയ്യുകയാണ് എന്ത് ചെയ്യണു. അതവർക്ക് മനസ്സിലാവുന്നില്ല, അത് വായിക്കണ്ട. പക്ഷേ മറ്റെല്ലാവരുടെ അടുത്തും പറയണേക്കാൾ കൂടുതൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായോ? എന്താണ് ഇപ്പം അത് മനസ്സിലായല്ലോ അല്ലേ? അസ്തിത്വം ഇല്ലാതിരുന്നതിനെ ശൂന്യതയിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ വചനത്തിന് അസ്തിത്വമുള്ള വസ്തുക്കളെ അവ മുൻപ് അല്ലാതിരുന്നവയാക്കി മാറ്റാൻ കഴിവില്ലേ? ശ്രദ്ധിക്കണം, ഇനിയാണ് ഭയങ്കര വൈരുദ്ധ്യം നിറഞ്ഞൊരു സംഭവം വരാമണം. വസ്തുക്കൾക്ക് അവയുടെ പ്രകൃതി നൽകുക എന്നത് അവയുടെ പ്രകൃതി മാറ്റുക എന്നതിനേക്കാൾ എളുപ്പമല്ല. എന്ത് മനസ്സിലാവും? ഒന്നും കൂടിയും വായിക്കാം. വസ്തുക്കൾക്ക് അവയുടെ പ്രകൃതി നൽകുക എന്നത് അവയുടെ പ്രകൃതി മാറ്റുക എന്നതിനേക്കാൾ എളുപ്പമല്ല. അപ്പോൾ എന്താണ് എളുപ്പം? എളുപ്പം എന്താണ്? അതായത് വസ്തുക്കൾക്ക് അവയുടെ പ്രകൃതി നൽകുക എന്നത് ആണ് ബുദ്ധിമുട്ട്, മാറ്റുക എന്നുള്ളത് എളുപ്പമാണ്.